ഗൃഹസ്ഥൻ ഗാർഹസ്ഥ്യം ഗൃഹസ്ഥ ജീവന്മാരായിട്ടുള്ള ആളുകള് ദേവയജ്ഞങ്ങളും അതുപോലെ പല പല യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നവരാ? അതെന്താന്നറിയാം ഗീതു? അതെ, പിന്നെ സിന്ധുവിനൊന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് റെക്കോർഡ് ചെയ്യുക. അറിയാതെ പറ്റിയാണ്. അതുപോലെ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ഒരു ആൾക്കാര് പിതൃയജ്ഞം ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ശ്രാദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്യുക, അതുപോലെ അങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ക്ഷേത്ര പുരോഗതിക്ക് അപ്പൊ നമ്മളിപ്പോ ഒരു വഴിപാടോ പൂജയോ ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉന്നമനത്തിനാ. അങ്ങനെ ആ ഒരു ഭാവത്തോടെ ചെയ്യുവേ വേണ്ട. നമുക്ക് ഇപ്പൊ ഒരു ക്ഷേത്രത്തിൽ ഒരു വഴിപാട് കഴിക്കുവാണെങ്കിൽ അത് ക്ഷേത്ര പുരോഗതിക്ക് തന്നെ കൊണ്ട് ചെയ്യാവുന്ന ഒരു വഴിപാട്, ഒരു സഹായം എന്ന രീതിയിൽ മാത്രം. അതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നല്ലോ എന്ന സന്തോഷത്തോടെ അത് ചെയ്യുക. ആ യജ്ഞമാണ് യഥാർത്ഥത്തിൽ ഒരു ഫലവും ഇച്ഛിക്കാതെ വഴിപാട് ചെയ്യുന്ന ഏത് കർമ്മവും അത് യജ്ഞമാകും, ഇല്ലേ? നമ്മളെപ്പോഴും നമ്മുടെ പേരിലാണ് വഴിപാട് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയല്ല ചെയ്യേണ്ടത്. അത് ഭഗവാന്റെ പേരിൽ ഒരു വഴിപാട് കൊടുക്കുവാണെങ്കിലും അത് ഈശ്വരന്റെ പേരിൽ കഴിക്കുക. നമ്മൾക്ക് ആ അമ്പലത്തിൽ അല്ലെ ആ ക്ഷേത്രത്തിന് ചെയ്യാനുള്ള ഒരു നമ്മളും കൂടെ അതിന്റെ ഒരു ഭാഗമാകുക എന്നുള്ള രീതിയിൽ മാത്രം ചെയ്യുക. അല്ലാതെ എൻ്റെ ഉന്നമനത്തിനും എനിക്കത് കിട്ടിയാൽ ഇന്ന വഴിപാട് ചെയ്യാം അങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ ഒരു ഭയങ്കര തെറ്റായ ഒരു ധാരണയാണ്. അപ്പൊ അതങ്ങനെ ചെയ്യുന്നവര് ഒരിക്കലും സാത്വിക ലക്ഷണങ്ങളോട് കൂടിയവരായിരിക്കില്ല. അപ്പൊ ആ സാത്വിക ഗുണം ഇല്ലാത്തവരാണ് നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യർ ചെയ്യുന്ന ആ യജ്ഞഭേദം വെച്ചാൽ ആ നമ്മുടെ മനോഭാവം, നമ്മുടെ ഒരു ഫലത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നവര് ഒരിക്കലും സാത്വിക ഗുണ യജ്ഞങ്ങളല്ല അതൊന്നും. പക്ഷെ സാത്വിക ഗുണം ഉള്ളവര് ഒരു ഫലവും കാക്ഷിക്കാതെ ചെയ്യുന്ന യജ്ഞങ്ങളാണ് യഥാർത്ഥത്തിലെ യജ്ഞങ്ങൾ എന്ന് പറയുന്നത്. ഇനി 12-ാമത്തെ, അഭിസന്ധായതു ഫലം ദംഭാർത്ഥമഭി ചൈവയത് ഇജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. ഇപ്പൊ സാത്വികി ശ്രദ്ധയുള്ള ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ കണ്ടു. ഇനി രാജസി ശ്രദ്ധയുള്ള ഒരാള് ഇതിന്റെ വിപരീതമായിരിക്കും ചെയ്യുന്നത്. അപ്പം അല്ലയോ ഭരതശ്രേഷ്ഠ, അല്ലയോ അർജുന, എന്താണ് ഫലം? അഭിസന്ധായതു ഫലം എന്ന് പറഞ്ഞാല് താൻ ഈ പൂജകളൊക്കെ ചെയ്താൽ എനിക്ക് ഇന്ന ഗുണഫലം, ഇന്ന ഗുണഫലങ്ങൾ ലഭിക്കണം. അതായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾ. എനിക്ക് ഈ ഫലം കിട്ടണം, ആ ഫലം കിട്ടണം. അതാണ് അഭിസന്ധായതു ഫലം. അഭിസന്ധായ എന്ന് പറഞ്ഞാൽ ഈ ഓരോ പൂജ ചെയ്യുമ്പോഴും അയാൾക്ക് നമുക്ക് ഇന്ന ഫലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്ന കണക്കുകൂട്ടലുകളോടെ ചെയ്യുന്നതാണ് അഭിസന്ധായ തു ഫലം. ദംഭാർത്ഥം അഭിചൈവയത്. അപ്പം ആരുടെയെങ്കിലും ആളുകളുടെയൊക്കെ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാ ചെയ്യുന്നതെന്നറിയാമോ? ദംഭം, അവന് അഹങ്കാരം. കണ്ടോ, എന്നെ കൊണ്ട് ഞാനാണ് ഈ അമ്പലത്തിന്റെ മുറ്റം ഇങ്ങനെ കെട്ടിയത്, അല്ലെങ്കിൽ നടപ്പന്തലിന് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചു, അപ്പോഴത്തേക്ക് എൻ്റെ പേര് അവിടെ എഴുതി വെക്കണം. അങ്ങനെയൊക്കെ എല്ലാവരും അങ്ങനെ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്നത്. അപ്പം ആളുകളുടെ ശ്രദ്ധ പതിയുന്ന രീതിയിലുള്ള ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ വലിയ വലിയ നിർമ്മാണങ്ങളൊക്കെ, ഈ ക്ഷേത്രത്തിന് ചുറ്റുമതിൽ നിർമ്മാണം, അത് വഴിപാടായി സമർപ്പിച്ചത് എന്നൊക്കെ എഴുതി കാണാനാണ് അവർക്കിഷ്ടം. അപ്പം മറ്റുള്ളവരുടെ ശ്രദ്ധ കിട്ടണം. അപ്പം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ല ദ്രവ്യങ്ങളോ ക്ഷേത്രത്തിന് കൊടുക്കും അവര്. അവിടെ ദംഭാർത്ഥം അഭിചൈവേ, താൻ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യുന്നു തുടങ്ങിയ ദംഭത്തോടു കൂടിയുള്ള, അവർക്ക് ആ പ്രസിദ്ധി മാത്രം മതി. അവരെ എല്ലാരും 4 പേര് കണ്ടാ ബഹുമാനിക്കണം, അപ്പൊ പ്രസിദ്ധി നേടണം. അപ്പം ഇങ്ങനെ ഈ രീതിയില് യഹ ഇജ്യതേ, ആരാണോ
യജ്ഞം ചെയ്യുന്നത്. യജ്ഞം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഓർത്താ മതി. യജ്ഞം എന്ന് പറഞ്ഞാൽ ഈ യാഗമൊന്നും ചെയ്യുന്നതല്ല. ഇതുപോലെ ഈശ്വരാരാധന അല്ലെങ്കിൽ ഈ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജകള്, ഇത് ഈ രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുന്നത് ആരാണോ, അപ്പം അവര് യജ്ഞം ചെയ്യുന്നു. ആ യജ്ഞം, അങ്ങനെയുള്ള കർമ്മത്തെ രാജസം വിദ്ധി. വിദ്ധി എന്ന് പറഞ്ഞാൽ നീ അറിയുക. രാജസമായിട്ടുള്ള കർമ്മങ്ങളാണ്, രാജസ ശ്രദ്ധയോടുകൂടിയ കർമ്മമാണെന്ന് അറിയുക. അപ്പൊ നമുക്കറിയാം രജോ ഗുണം കർമ്മബന്ധത്തിന്റെ രജോ ഗുണം കർമ്മബന്ധത്തിലായിരിക്കും. ബന്ധങ്ങൾ കൂടുക ചെയ്യുന്നത്. അതിനകത്തുനിന്ന് വിടുതൽ ലഭിക്കുകയല്ല ചെയ്യുന്നത്. കർമ്മബന്ധങ്ങൾ കൂടുതൽ അപ്പൊ ഗുണങ്ങൾ, ഏത് കർമ്മം ചെയ്യുകയാണോ, ഏത് പൂജ ചെയ്താലാണോ എനിക്ക് ഭൗതികമായ ഉന്നതി ലഭിക്കുക, അത് മാത്രമേ അവരുടെ ശ്രദ്ധയുള്ളൂ. ഏതൊക്കെ വഴിപാട് ചെയ്താൽ എനിക്ക് പുരോഗതി ലഭിക്കും, എനിക്ക് ഭൗതിക ഗുണങ്ങളൊക്കെ ലഭിക്കും, അപ്പം ആ കർമ്മങ്ങൾ ചെയ്യുന്നതിലായിരിക്കും അവരുടെ ശ്രദ്ധ. അതുപോലെ സ്ഥാനമാനങ്ങളും ദമ്പത്തിന് കാരണമാകാറുണ്ട്. അവർക്ക് വലിയ വലിയ സ്ഥാനങ്ങൾ, ഇപ്പൊ ശബരിമലയിലെയൊക്കെ കാര്യം ഓർത്താൽ തന്നെ അറിയാം, അവർക്കൊക്കെ ആ പോസ്റ്റിനാണ്, ആ പദവി കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇത്രയും വലിയ കളിയൊക്കെ കളിക്കുന്നത്. എന്നിട്ട് അവിടെ കയറി ഇരുന്ന് താൻ വലിയ ആളാണ്, താൻ വലിയ ധർമ്മിഷ്ഠനാണ്, ഭഗവാന് വലിയ പ്രീതിയുള്ളവനാണ് ഞാൻ എന്നൊക്കെ അറിയപ്പെടാൻ, അതിന് വേണ്ടിയിട്ടാണ് സ്വർണം കൊടുക്കുന്നു, സ്വർണ്ണ പാളി പണിയുന്നു. ഇതൊക്കെ ആ ചെയ്യുന്നവര് മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതൊന്നും ഒരു ഫലം കാക്ഷിക്കാതെ ചെയ്യുന്നതല്ല. അവർക്ക് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. അവരെ 4 ജനം കാണുക, ബഹുമാനിക്കണം, ഞാനിങ്ങനെ ഭഗവാന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് എല്ലാവരും ഒന്ന് പറയണം. അപ്പൊ അതൊക്കെയാണ് ഇവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ. അതാണ് ഈ ഫലം ഇച്ഛിച്ച് തന്നെയാണ് അവർ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ദമ്പം, എൻ്റെ അഹങ്കാരത്തോടു കൂടിയുള്ള എന്നെ 4 പേര് ഇതൊക്കെ കണ്ട് ബഹുമാനിക്കണം എന്നുള്ള ദമ്പാർത്ഥം, ദമ്പങ്ങൾ കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ് ഇത് ചെയ്യുന്നവരും ഉണ്ട്. അപ്പൊ ഇജ്യതേ, ഇതെല്ലാം കർമ്മം ചെയ്യുന്നു. ഭരതശ്രേഷ്ഠ അർജുന തം യജ്ഞം, അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളെ വിദ്ധി. വിദ്ധി എന്ന് പറഞ്ഞാൽ നീ അറിയുക, അത് രാജസം കർമ്മങ്ങളാണ്. രാജസ ഗുണം, രജോ ഗുണമുള്ളവരുടെ കർമ്മങ്ങളായിരിക്കും അവയെല്ലാം. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സാത്വികരായിട്ടുള്ള ആളുകള് ഈ എനിക്ക് ഇന്നത് വേണം എന്നൊന്നും ആകാംക്ഷിച്ചല്ലായിരിക്കും ചെയ്യുന്നത്. പക്ഷെ രജോ ഗുണപ്രധാനികള് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവരുടെ നന്മയ്ക്ക്, അവരുടെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും ചെയ്യുന്നത്. ഒന്നുകൂടെ വായിക്കാം. അഭിസന്ധായതു ഫലം ദമ്പാർത്ഥമപി ചൈവയത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിദ്ധി രാജസം. രജോ ഗുണമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി തമോ ഗുണക്കാരെങ്ങനെയായിരിക്കും യജ്ഞങ്ങൾ ചെയ്യുന്നത്? അതാണ് 13. വിധിഹീനമസൃഷ്ടാന്നം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. അപ്പൊ എങ്ങനെയൊക്കെ ആയിരിക്കും അവര്? വിധിഹീനം. വിധിഹീനം എന്ന് പറഞ്ഞാല് വിധിപ്രകാരം ഒന്നും ആയിരിക്കുകയല്ല അവര് ചെയ്യുന്നത്. ഇപ്പം പറയുന്നുണ്ടല്ലോ, ശാസ്ത്രവിധി അനുസരിച്ച് മാത്രമേ എന്ത് കർമ്മങ്ങളും ചെയ്യാവുള്ളൂ. അപ്പൊ ശ്രദ്ധാഭേദം അനുസരിച്ചുള്ള തപസ്സിനെ കുറിച്ചാണ്. താമസിക ശ്രദ്ധയുള്ളവരാണെങ്കിൽ ഈശ്വരവിശ്വാസം ഇല്ല, അവർക്ക് ഈശ്വരവിശ്വാസം ഒന്നുമില്ല. ഇപ്പം ഈ എന്താ ശബരിമലയിലെ എന്തെന്നാ അങ്ങേരെയൊക്കെ പിടിച്ചില്ലേ, എന്താ CPM-ന്റെ നേതാവിനെയൊക്കെ പിടിച്ച് അറസ്റ്റ് ചെയ്ത അയാൾക്കൊക്കെ, പത്മകുമാറിനെയൊക്കെ പിടിച്ച് അയാൾക്കൊന്നും ഒരിക്കലും ഒരു ഈശ്വരവിശ്വാസം ഉണ്ടായിട്ടുള്ള ആളല്ല. എന്നാലും അവര് ആ ഉന്നത പദവിക്ക് വേണ്ടിയിട്ടാണ് അവിടെയൊക്കെ കയറി പറ്റുന്നത്. അതുപോലെയുള്ള അപ്പൊ അവരൊക്കെ താമസിക ശ്രദ്ധയുള്ളവർ. ഇപ്പൊ ഈ കേൾക്കുന്നതും കാണുന്നതും എല്ലാം ഇതിനെ വെച്ച് റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കറിയാം. അപ്പൊ ഈ താമസിക ശ്രദ്ധയുള്ളവർക്ക് ഒരു ഈശ്വര വിശ്വാസവും ഇല്ല. എന്നാലും ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തങ്ങളെ ആളുകൾ അറിയുമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക, നിങ്ങൾ ഇതേ ഇന്നതൊക്കെ ചെയ്യുക, നിങ്ങൾക്ക് വലിയ പേരും പ്രശസ്തിയൊക്കെ കിട്ടും, ഇന്ന വഴിപാടൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്നവരും താമസിക കർമ്മമുള്ളവരാ. അപ്പം അവര് ചെയ്യുന്ന കാര്യങ്ങള്
വിധിഹീനം ശാസ്ത്രവിധി പ്രകാരം ഒന്നും അല്ലായിരിക്കും ചെയ്യുന്നത്. അപ്പം വിധിഹീന അതൊന്നും നോക്കാതെ ആയിരിക്കും ചെയ്യുന്നത്. അസൃഷ്ടാന്നം ഈ എന്ത് പൂജകളും ഇതും ചെയ്ത് അതിന്റെ ഒരു ഭാഗമാണ് ഈ അന്നദാനം എന്ന് പറയുന്നത്. അപ്പം അസൃഷ്ട അന്നദാനം ഒന്നും നടത്തില്ല അവര്. മന്ത്രഹീനം മര്യാദയ്ക്കുള്ള മന്ത്രം ഈശ്വരനാമം ഒന്നും ജപിച്ചുകൊണ്ടായിരിക്കുകയല്ല ഇതൊന്നും ചെയ്യുന്നത്. ഇതെല്ലാം പേരും പ്രശസ്തിക്കും മാത്രമേ ഉള്ളൂ. മന്ത്രഹീനം. അദക്ഷിണം വേണ്ട വിധത്തില് ഉള്ള ദക്ഷിണകളൊന്നും സമർപ്പിക്കാതെ ആയിരിക്കും ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ശ്രദ്ധാവിരഹിതം എന്ന് പറഞ്ഞാല് ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുരുവാക്കിലും ഈശ്വരനിലും ഉള്ള വിശ്വാസത്തിനെയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പൊ അതൊന്നുമില്ല. വിരഹിതം എന്ന് പറഞ്ഞാൽ ഇല്ലാതെ, ശ്രദ്ധയോടെ ഒന്നുമല്ലാതെ. യജ്ഞം എന്ന് പറഞ്ഞാൽ യാഗാദി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെയാണ് കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത്. താമസം പരിചക്ഷതേ, തമോ ഗുണക്കാര് ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് പരിചക്ഷതേ പറയപ്പെടുന്നു. അപ്പം നാട്ടിലെ ഉത്സവങ്ങൾക്കൊക്കെ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ വലിയ ധനികരോട് വലിയ ഇതൊക്കെ സ്പോൺസർഷിപ്പ് ഒക്കെ ധനികരോടൊക്കെ കണ്ട് നാട്ടിലെ ആൾക്കാരൊക്കെ ചെന്ന് മേടിക്കും. പക്ഷെ അവര് എപ്പോഴും പറയുന്നത് എന്താ, ആ നോട്ടീസില് സ്പോൺസേർഡ് ബൈ, അയാളുടെ പേര് വലിയ അക്ഷരത്തിലായിരിക്കണം, അയാളുടെ സ്ഥാപനത്തിന്റെ പേര് കൃത്യമായിട്ട് കാണിച്ചിരിക്കണം എന്നൊക്കെ ഉള്ള നിർബന്ധങ്ങളായിരിക്കും. ഒരു വിശ്വാസവും കാണില്ല, ദൈവവിശ്വാസവും ഒന്നും കാണില്ല. പക്ഷെ ഞാനാണിത് നടത്തുന്നത്, ഈ ഇത്രയും വലിയ ഒരു പരിപാടി സ്പോൺസർ ചെയ്യുന്ന ഞാനാണ്, അപ്പൊ എന്റെ പേര് വളരെ വലിയതായിട്ടും ഒക്കെ ആ നോട്ടീസിൽ കാണണം എന്നൊക്കെ ആയിരിക്കും അവര് നിഷ്കർഷിക്കുന്നത്. അപ്പൊ ആ ഒരു തരത്തിലുള്ള യജ്ഞം ചെയ്യുന്നവര്, കർമ്മങ്ങൾ ചെയ്യുന്നവരെയാണ് തമോ ഗുണക്കാര് എന്ന് പറയുന്നത്. തമോ ഗുണം ഉള്ള ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങളായിരിക്കും അവ. അപ്പൊ മനസ്സിലായല്ലോ. വിധി പ്രകാരമല്ലാതെ, അസൃഷ്ടാന്നം അന്നദാനം ഒന്നും നടത്താതെ, മന്ത്രഹീനം യഥാർത്ഥത്തിലുള്ള മന്ത്രങ്ങളൊന്നും ഈശ്വരനാമം ജപിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ല ഇതൊന്നും ചെയ്യുന്നത്. അദക്ഷിണം ദക്ഷിണകളൊന്നും വെക്കാതെ ആയിരിക്കും ചെയ്യുന്നത്. ശ്രദ്ധാവിരഹിതം ഒരിക്കലും ഒരു ഈശ്വരവിശ്വാസത്തോടെയും ശ്രദ്ധയോടുകൂടി ഒന്നും അല്ല ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന യജ്ഞങ്ങളെ താമസം പരിചക്ഷതേ, തമോ ഗുണക്കാരുടെ ആണ് ചെയ്യുന്ന യജ്ഞങ്ങളാണെന്ന് പറയപ്പെടുന്നു. പരിചക്ഷതേ. മനസ്സിലായി. 13 മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. 14 കിടക്കാം. ദേവദ്വിജഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസാച ശാരീരം തപ ഉച്യതേ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ശ്രദ്ധ, ഏത് തരം ശ്രദ്ധ എന്ന് പറഞ്ഞാൽ 3 തരം ഗുണങ്ങൾ ഉള്ള ആളുകൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് ഭഗവാൻ ഈ 3 ശ്ലോകത്തിലും പറഞ്ഞത്. ഇനി ശ്രദ്ധാഭേദം അനുസരിച്ചുള്ള തപസ്സിനെ കുറിച്ചാണ് അടുത്തത് പറയുന്നത്. അപ്പൊ ഈ 3 തരത്തിലുള്ള തപസ്സുകൾ എങ്ങനെയായിരിക്കുന്നു. അപ്പം തപസ് ഇനി പറയുന്നത് അത് ഈ 3 തരത്തിലുള്ള തപസ്സിനെയാണ്. അപ്പൊ അതിനു മുമ്പ് തപസ് എന്താണെന്ന് പറയുവാണ്. തപസ് എന്ന് പറഞ്ഞാൽ തപ്യതേ ഇതി തപഹ എന്നാണ്. തപസ് എന്ന് പറഞ്ഞാൽ നമ്മള് എന്താ പറയുന്നേ, തപിപ്പിക്കുക എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിപ്പിക്കുക, അതല്ലെങ്കിൽ നമ്മൾ അതിനെ ക്ഷീണിപ്പിക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ തപിപ്പിച്ചിട്ടാണ് നമ്മൾ തപസ് ചെയ്യുന്നത്. ഒരു വളരെ ഇതുള്ള മഹർഷിമാരൊക്കെ ആണെങ്കിലും തപസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ പിടിച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യുന്ന കാര്യമാണ് ഈ തപസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെയൊക്കെ തപസ് എന്ന് പറയുന്നത്, തപിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പം 3 തരം ശ്രദ്ധയുള്ളവര് 3 തരത്തിലായിരിക്കും തപസ് ചെയ്യുന്നത്. അപ്പം ശാരീരികമായ തപസ്, വാങ്മയമായ തപസ്. ശാരീരികമായ തപസ് നമുക്കറിയാം. ശരീരത്തെ ആഹാരം കഴിക്കാതെ ഒറ്റക്കാലിൽ നിന്നും പിന്നെ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് എന്താ മഹാ അഗ്നി ജ്വലിപ്പിച്ചിട്ട് അതിന്റെ നടുക്ക് നിന്നുള്ള തപസ്, അങ്ങനെ ഒരുപാട് തരം തപസ്സുകളെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്.
അപ്പം പിന്നെ വാങ്മയമായിട്ടുള്ള തപസ്, വാക്കുകൾ കൊണ്ടുള്ള തപസ്, പിന്നെ മാനസികമായ തമസ്, മനോമയമായിട്ടുള്ള തമസ്. അപ്പൊ ഈ ഇതൊക്കെ വാക്കുകൾ കൊണ്ടുള്ള എന്താണെന്നാണ്. മന്ത്രങ്ങളാണ്. വാക്കുകൾ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങൾ വെച്ചിട്ടാണ്. വാക്കുകൾ കൊണ്ട് പറഞ്ഞ മന്ത്രങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇല്ലല്ല, വാക്കുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടുള്ള തപസ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നല്ല കാര്യങ്ങൾ പറയുക, നല്ല രീതിയിൽ സംസാരിക്കുക, അതൊക്കെയാണ് വാക്കുകൊണ്ടുള്ള തപസ്. അതിനെപ്പറ്റിയാണ് ഇനി പറയുന്നത്. അപ്പം ഇതൊക്കെ എന്താണെന്ന് ആദ്യം പറയുന്നു. അപ്പൊ ശാരീരികമായ തപസ് എന്താണെന്നാണ് അടുത്ത 14-ാമത്തെ ശ്ലോകം പറയുന്നത്. 14-ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ദേവദ്വിജ ഗുരുപ്രാജ്ഞം പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസാച ശാരീരം തപ ഉച്യതേ. ദേവദ്വിജ, ദേവന്മാര്, ദ്വിജന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര്. ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞു, വെറുതെ പൂണൂലിട്ടവരല്ല, ബ്രഹ്മജ്ഞാനികള്, ബ്രഹ്മത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ച് അറിയുന്നവരാണ് ദ്വിജന്മാർ എന്ന് പറയുന്നത്. അതുപോലെ ദേവദ്വിജ ഗുരു, ഗുരു എന്ന് പറയുന്നത് തങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അറിവ് പകർന്നു നൽകുന്നവരെയാണ് ഗുരുക്കന്മാർ എന്ന് പറയുന്നത്. അത് നമുക്കറിയാം. പിന്നെ പ്രാജ്ഞഹ, പ്രാജ്ഞഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് നേരിട്ട് ഒരു അറിവ് പകർന്നു തന്നില്ലെങ്കിലും അവരുടെ പാണ്ഡിത്യം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ ആദരിച്ച് സൽക്കരിക്കുക. അപ്പം പൂജനം, അവരൊക്കെ പൂജനീയരാണ് നമുക്ക്. നമുക്കിപ്പോ മഹർഷിമാരെ ഒന്നും നമുക്ക് നേരിട്ട് അറിയാനും വയ്യ, അവരുടെ കീഴൊന്നും പഠിച്ച, പക്ഷെ ആ അറിവുകൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. പ്രാജ്ഞഹ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാണ് അവര്. അപ്പൊ അവരുടെ പാണ്ഡിത്യം നമുക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ളവരെ പൂജനം ശൗചം ആർജവം, ആദരിച്ച് സൽക്കരിക്കുക, അവരെ പൂജിക്കുക. ശൗചം, അതൊരു ശാരീരിക തപസ്സാണ്. ഗുരുക്കന്മാരെയും ദേവന്മാരെയും ഒക്കെ പൂജിക്കുക എന്ന് പറയുന്നത് ഒരു തപസ് തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇനി ശൗചം, ദേഹം ശുദ്ധമായിട്ടിരിക്കുക, ശുദ്ധിയാക്കി വെക്കുക. ആർജവം, ആർജവം എന്ന് പറഞ്ഞാൽ ഋജുവായിട്ടിരിക്കുക. ഋജു എന്ന് പറഞ്ഞാൽ നേരെ പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ കാപട്യമില്ലാത്ത മാറുക, അതാണ് ആർജവം. പിന്നെ മാറുക, ശരീരഭാഷയിൽ പോലും ആർജവം സ്വായത്തമാക്കണം നമ്മള്. എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളവരെ ഒരു പുച്ഛിക്കുന്ന പോലെയോ അങ്ങനെയൊന്നും നമ്മൾ മനസ്സിൽ പോലും, ചിലരില്ലേ മനസ്സിൽ ഒരു സാധനം വെച്ചിട്ട് പറയുമ്പോ വലിയ ചിരിച്ചു കളിച്ചൊക്കെ പറയും, പക്ഷെ അവരെ നമുക്ക് ആർജവം ഇല്ലാത്തവരാന്ന് പറയാം. ആർജവം എന്ന് പറഞ്ഞാൽ കാപട്യമില്ലാത്തവരാ. അവര് മനസ്സിൽ ഒന്ന് വെക്കും, പറയുന്നത് വേറെ വരും. അപ്പൊ അങ്ങനെ പാടില്ല. കാപട്യമില്ലാത്ത വളരെ ശുദ്ധമായ വാക്കുകൾ, അതാണ് ആർജവം. പിന്നെ ബ്രഹ്മചര്യം, എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല. മിതത്വം, ബ്രഹ്മചര്യം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ആ ഈശ്വരനെ ആയിട്ട് സഞ്ചരിക്കുക, അതിനു വേണ്ടി. അപ്പം എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. ഇപ്പൊ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊക്കെ നമുക്കൊരു മിതത്വം കൊടുക്കണം. ഞാന് ഒരുപാട് ആഗ്രഹങ്ങളുടെ പുറകെ പോകില്ല, എൻ്റെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവില്ല എന്നുള്ള അങ്ങനെ ചര്യയായിട്ട് അനുഷ്ഠിക്കുന്നവരെയാണ് ബ്രഹ്മചാരികൾ എന്ന് പറയുന്നത്. അപ്പൊ ബ്രഹ്മചര്യം അത് പാലിക്കണം, മിതത്വം പാലിക്കണം. ശാരീരികമായ തപസ്സാണ് ഇതൊക്കെ. പിന്നെ അഹിംസ, ശരീരം കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് ഒരിക്കലും ഒരാളെ ദ്രോഹിക്കാതിരിക്കുക. ഇതൊക്കെ ദേഹം കൊണ്ട് ചെയ്യുന്ന തപസ്സാണെന്ന് ശാരീരം തപ ഉച്യതേ, ശരീരം കൊണ്ട് ചെയ്യുന്ന തപസ്സായിട്ട് കണക്കാക്കുന്നു. ഈ ഗുണങ്ങളൊന്നും നമുക്ക് സ്വാഭാവികമായിട്ടില്ലെങ്കിൽ അത് ബോധപൂർവം വളർത്തിയെടുക്കണം. അതാണ് തപസ്. ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു സാധനയാണിത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പം ഒരു ശാരീരികമായ തപസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് 14-ാമത്തെ ശ്ലോകം പറയുന്നത്. ദേവ ദ്വിജ ഗുരു പ്രാജ്ഞം, ദേവന്മാരെയും ബ്രാഹ്മണരെയും ഗുരുക്കന്മാരെയും പണ്ഡിതന്മാരെയും അവരെയെല്ലാം പൂജനം, അവരെ പൂജിക്കുക. ശൗചം, വളരെ ശുദ്ധമായിട്ടിരിക്കുക. അതുപോലെ തന്നെ കാപട്യമില്ലാതിരിക്കുക. ആർജവം,
ബ്രഹ്മചര്യം, എല്ലാ കാര്യത്തിലും മിതത്വം പാലിക്കുക. അതുപോലെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക, ഇന്ദ്രിയങ്ങളെ മിതമായിട്ട് പിടിച്ചു വെക്കുക. അഹിംസ, നമ്മുടെ ശരീരം കൊണ്ടോ ഒന്നും ആരെയും ദ്രോഹിക്കാതിരിക്കുക, അതിനെയാണ് അഹിംസ എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് ശാരീരം തപ ഉച്യതേ, ശരീരം കൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നത്. അതാണ് 14ാമത്തെ ശ്ലോകം. ഒന്നുകൂടെ വായിക്കാം. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യമഹിംസ ച ശാരീരം തപ ഉച്യതേ. 15ാമത്തെ കാര്യം, വാക്കുകൾ കൊണ്ടുള്ള യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്മയമായ തപസ്. വാങ്മയമായ തപസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് അതിനെ പറ്റിയാണ് പറയുന്നത്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യതേ. എന്തൊക്കെയാണ് വാക്കുകൾ കൊണ്ടുള്ള തപസ് എന്ന് പറയുന്നത്? അനുദ്വേഗകരം, ആരുടെയും മനസ്സിനും വിക്ഷോഭങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിലുള്ള വാക്കുകൾ. നമുക്ക് ചിലര് എന്തെങ്കിലും വെറുതെ പറഞ്ഞാൽ പോലും നമുക്ക് ദേഷ്യം വരും, ഇല്ലേ? അപ്പൊ അവരുടെ ആ ടോൺ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും. അപ്പൊ അങ്ങനെ ആർക്കും ഒരു ഫീലിങ്സ്, അതായത് അവരുടെ മനസ്സിനെയോ അവരുടെ ഒന്നിനെയും നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കരുത്. അനുദ്വേഗകരം എന്ന് പറഞ്ഞാൽ ആരുടെ മനസ്സിനും വിക്ഷോഭങ്ങൾ, അവർക്ക് പെട്ടെന്ന് ഒരു ദേഷ്യമോ നമ്മളോട്, അല്ലെങ്കിൽ ഇത് ചിലരെ ചീത്ത പറയുമ്പോൾ അവര് പെട്ടെന്ന് പൊട്ടിക്കരയുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ ഒരു വിക്ഷോഭങ്ങളും ഉണ്ടാക്കാത്ത വാക്കുകളെ നമ്മൾ പറയാൻ പാടുള്ളൂ. നല്ല വാക്കുകൾ. എത്ര ഇതായിട്ടാണെങ്കിലും നമ്മൾ അവര് ദേഷ്യപ്പെടുന്ന പോലെയോ അങ്ങനത്തെ വാക്കുകളൊന്നും നമ്മൾ പ്രയോഗിക്കരുത്. അപ്പം ചിലരില്ലേ ഈ ശപിക്കുന്ന പോലത്തെ വർത്താനമൊക്കെ പറയല്ലേ, അതുപോലെ പറയുന്നതെല്ലാം അതൊക്കെ വളരെ ദോഷമുള്ള കാര്യമാണ്. അപ്പൊ അനുദ്വേഗകരം വാക്യം, സത്യമായിരിക്കണം, പറയുന്നതെല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പൊ എന്നാൽ പല സത്യങ്ങളും പ്രിയമായിരിക്കുകയല്ല. നമുക്കറിയാം പല കാര്യങ്ങളും നമുക്ക് ഒരാളോട് ഒരു പ്രിയമല്ലാത്ത കാര്യം പറയണം എന്നുണ്ട്, അവർക്ക് ഇഷ്ടപ്പെടില്ല എന്നറിയാം, എന്നാലും അത് പ്രിയമായിരിക്കണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അപ്പൊ അവരുടെ സാഹചര്യം നോക്കിയിട്ട് വേണം സത്യമായിട്ടുള്ള കാര്യം പ്രിയമായിട്ടുള്ള രീതിയിൽ പറയാൻ. അപ്പൊ നമുക്ക് ഒരാളുടെ ഒരു സ്വഭാവം ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയണമെങ്കിൽ ഒരു പൊതുവായ സമക്ഷത്ത് ഒരുപാട് പേരിരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നത് അയാൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ നമുക്ക് ആ സത്യമല്ലാത്ത ആ പ്രിയം പറയണം. ഒരു കാര്യം പറയണമെങ്കിൽ അത് പ്രിയമല്ലാത്ത സത്യമാണെങ്കിൽ അയാളെ വിളിച്ച് മാറ്റി നിർത്തിയോ അല്ലെങ്കിൽ അയാളെ പേഴ്സണലായിട്ട് കണ്ടോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇല്ലേ? അപ്പൊ അവരുടെ സാഹചര്യം നോക്കിയിട്ട് വേണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പെട്ടെന്ന് അയാളെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒന്നെങ്കിൽ ദേഷ്യം വരും, അല്ലെങ്കിൽ നമ്മളോട് അതുപോലെ വിരോധവും വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മിതമായ രീതിയിൽ നമ്മൾ എങ്ങനെയെങ്കിലും പറയുക. അപ്പൊ പറയുന്ന കാര്യങ്ങള് ഹിതമായിട്ടുള്ളവയായിരിക്കണം. അതാണ് സത്യമായിട്ടുള്ള കാര്യമായിരിക്കണം, പ്രിയമായിട്ടുള്ള കാര്യമായിരിക്കണം, ഹിതമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളെ പറയുക. ഏതെങ്കിലും രീതിയിൽ നന്മയുള്ള, വെറുതെ ആവശ്യമില്ലാതെ കുറ്റം പറയുക, കുറവ് പറയുക, അങ്ങനത്തെ ഒന്നും പറയരുതെന്നേ ഇതിന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഹിതമായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങളായിട്ട് വേണം പറയാൻ. ചെയ്യത് സ്വാധ്യായ അഭ്യസനം ചെയ്യുക. സ്വാധ്യായാഭ്യസനം എന്ന് പറഞ്ഞാല് ഈശ്വര കാര്യങ്ങൾ ഉള്ള ഗ്രന്ഥങ്ങൾ, ഈശ്വര കാര്യങ്ങൾ, നല്ല ഗ്രന്ഥങ്ങള്, അതായത് നമ്മുടെ നാമജപങ്ങള്, ഇവയെല്ലാം നമുക്ക് നാവുകൊണ്ട് ചെയ്യുന്ന വാങ്മയമായ തപസ് ആണ്. ഇതൊക്കെ വാങ്മയം തപ ഉച്യതേ. സ്വാധ്യായാഭ്യസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രന്ഥങ്ങൾ, അതുപോലെ ഈശ്വര കാര്യങ്ങളുള്ള ഗ്രന്ഥങ്ങളുടെ പഠനം, നാമജപം, ഇവയൊക്കെയാണ് സ്വാധ്യായ അഭ്യസനം എന്ന് പറയുന്നത്. ഏവ, അതാണ് ചൈവ, അതും കൂടി, വാങ്മയം, വാക്കുകൾ കൊണ്ടുള്ള തപ ഉച്യതേ, തപസ് എന്ന് പറയപ്പെടുന്നു.
ഇത്രയും കാര്യങ്ങളാണ് വാക്കുകൾ. ഇപ്പൊ ശരീരം കൊണ്ടുള്ള തപസ് പറഞ്ഞു, ദേവന്മാരെയും ബ്രാഹ്മണരെയൊക്കെ പൂജിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, ഋജുവായിട്ടുള്ള കാര്യങ്ങൾ പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞു. അതുപോലെയാണ് വാക്കുകൾ കൊണ്ട് അനുദ്വേഗകരം, മറ്റുള്ളവർക്ക് പെട്ടെന്നൊരു വികാര വിക്ഷോഭം ഉണ്ടാക്കാത്ത വാക്കുകളെ പറയാവുള്ളൂ. അവ തന്നെ സത്യമായിരിക്കണം, പ്രിയമായിരിക്കണം, നല്ല രീതിയിൽ ഹിതമായിട്ടുള്ള കാര്യങ്ങളെ പറയാവുള്ളൂ. ഹിതം എന്ന് വെച്ചാൽ മറ്റുള്ളവർക്കൊക്കെ നന്മ ഉണ്ടാവുന്ന കാര്യങ്ങൾ, വെറുതെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കരുത്. അതാണ് അത്. സ്വാധ്യായ അഭ്യസനം, പിന്നെ നമുക്ക് നല്ല ഗ്രന്ഥങ്ങളും ഈശ്വര ആധ്യാത്മിക രീതിയിൽ ചരിക്കാൻ ആ മാർഗത്തിൽ പോവാൻ പറ്റുന്ന ഗ്രന്ഥങ്ങളുടെ പഠനം, നാമജപം, ഇതെല്ലാമാണ് സ്വാധ്യായ അഭ്യസനം ചയേവ. ഇതിനെയെല്ലാമാണ് വാങ്മയം തപ ഉച്യതേ, വാക്കുകൾ കൊണ്ടുള്ള തപസ് എന്ന് പറയപ്പെടുന്നു. അപ്പൊ നമ്മള് ഒരു കാര്യം തന്നെ നമുക്ക് ഓർത്താം, നമുക്ക് തെറ്റ്, മറവി, അബദ്ധം ഒക്കെ എല്ലാവർക്കും വരാം അല്ലെ. പക്ഷെ മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ശോഭിക്കും. നമ്മളാണെങ്കിൽ അവരെ ഒന്നും നമ്മൾ ക്ഷമിക്കുകയല്ല, പക്ഷെ നമുക്ക് ആ കാരണം ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് എനിക്ക് അങ്ങനെ അങ്ങ് പറ്റിപ്പോയി എന്നൊക്കെ പറയും. അപ്പൊ കാരണം ഓരോരുത്തരും വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നാണ് വിചാരിക്കുന്നത്. ഈ ലോകത്ത് ആരെയും വേദനിപ്പിക്കാൻ നമുക്കൊരു അവകാശവുമില്ല. അവനവൻ ചെയ്യുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കുകയും മറ്റുള്ളവരാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷോഭിച്ച് വർത്താനം പറയും. അപ്പം അങ്ങനെ ആരെയും വേദനിപ്പിക്കാതെ വാങ്മയമായ തപസ്, നമ്മൾ ആ തപസ്സാണ് പരിശീലിക്കേണ്ടത്. വാക്കുകൾ കൊണ്ടുള്ള തപസ് നമ്മൾ പരിശീലിക്കണം. ഇപ്പൊ ഈ ശപിക്കുന്ന വാക്കുകളൊന്നും ഒരിക്കലും നീ ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ. അപ്പൊ അങ്ങനത്തെ ചീത്ത വാക്കുകൾ, ശപിക്കുന്ന രീതിയിലൊന്നും ഒരാളുടെ നമുക്ക് ആരെയും ഉപദ്രവിക്കാനോ നമുക്ക് ആരെയും ചീത്ത വാക്കുകൊണ്ട് പറയാനോ ഒന്നും നമുക്ക് ഒരു അധികാരവും ഇല്ല. അപ്പൊ അത് നമ്മൾ പരിശീലിക്കണം. ആർക്കും ഒരു ഉപദ്രവമുള്ള വാക്കുകൾ എൻ്റെ വായിന്ന് വരില്ല, ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഇപ്പൊ ശപിക്കുന്ന വാക്കുകളൊന്നും ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് 10 മടങ്ങായിട്ട് നമുക്ക് തന്നെ തിരിച്ചു വരും. അപ്പൊ ഒരിക്കലും അസഭ്യം പറയാതിരിക്കുക. സത്യം കേൾക്കുന്ന ആൾക്ക് ദുഃഖകരമാണെങ്കിൽ അത് ഒരു നയത്തോടെ പറയണം. ഇപ്പൊ അയാൾ അങ്ങനെ ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇതേ നിങ്ങളുടെ മകൻ ഇതുപോലെ തലകുത്തി കുറച്ച് ചീത്തയായിട്ട് പോകുന്നു എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ അതിന്റെ സന്ദർഭമൊക്കെ ആലോചിച്ച് വേണ്ട രീതിയിൽ അത് പ്രസന്റ് ചെയ്യണം. വെറുതെ സംസാരിച്ച് സമയം കളയാതെ ആ സമയവും കൂടെ ഈശ്വര കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കണം. അതാണ് വാങ്മയമായ തപസ്. ഇപ്പൊ ശരീര കൊണ്ടുള്ള തപസ്സും പറഞ്ഞു, വാക്കുകൾ കൊണ്ടുള്ള തപസ്സും പറഞ്ഞു. ഇനി മനസ്സുകൊണ്ടുള്ള തപസ് എങ്ങനെയാണെന്ന് പറയാം. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവ സംശുദ്ധിരിത്യേതത് തപോമാനസമുച്യതേ. മനഃപ്രസാദ, മാനസിക തപസ് എന്തൊക്കെയാണെന്ന് പറയുന്നു 16-ാമത്തെ അധ്യായത്തില്. മനഃപ്രസാദ, മനസ്സ് സദാ പ്രസന്നമായിട്ട് വെക്കുക. നമുക്കൊക്കെ ഇല്ലാത്ത ഒരു കാര്യമാണ്. പെട്ടെന്നാണ് നമ്മളൊക്കെ ഡള്ളാവുന്നത്, പെട്ടെന്ന് ആ മൂടൊക്കെ അങ്ങ് പോകും. അപ്പൊ മനസ്സ് സദാ പ്രസന്നമാക്കി വെക്കുക. അപ്പൊ അതിനുള്ള ഒരു ഉപാധി എന്ന് പറഞ്ഞാൽ കാമക്രോധ മതമാത്സര്യങ്ങളെയൊക്കെ കുറച്ച് 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 കൊണ്ടുവരിക. നമുക്ക് ആഗ്രഹങ്ങളും നമുക്ക് ദേഷ്യവും മതവും മാത്സര്യവും അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് കുറച്ച് 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 കൊണ്ടുവരിക. അതുകൊണ്ട് മാത്രമേ നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവുകയുള്ളൂ. പിന്നെ സൗമ്യത്വം, മനഃപ്രസാദം ഉണ്ടാവണം. സൗമ്യത്വം, സൗമ്യത എന്ന് പറഞ്ഞാൽ അറിയാം, വാങ്മയമായ തപസ് മനസ്സിന്റെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളായിട്ട് പെരുമാറ്റമായിട്ടൊക്കെ വരുന്നത്. നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അതാണ് നമ്മുടെ വാക്കുകൾ. ചിലര് കണ്ടിട്ടില്ലേ, എപ്പോഴും എല്ലാരെയും ദുഷിച്ചേ സംസാരിക്കുകയുള്ളൂ. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരുടെ മനസ്സ് കലുഷിതമാണ്. അപ്പൊ അവരുടെ പെരുമാറ്റമേ അങ്ങനെയൊക്കെ. ചിലര് സ്വയമായിട്ട് പറയും എനിക്ക് പെട്ടെന്ന് എല്ലാരോടും ദേഷ്യം വരും എന്നൊക്കെ പറയും. പക്ഷെ അത് ഒരിക്കലും ശരിയല്ല. പെട്ടെന്നല്ല ദേഷ്യം വരുന്നതല്ല. ആ പെട്ടെന്ന് ദേഷ്യം ആർക്കും വരില്ല. പക്ഷെ അത് ആ ആള് സ്വതവേ അസ്വസ്ഥനായിരിക്കും. ഈ ദേഷ്യം വരുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരുടെ മനസ്സ് കലുഷിതമായിരിക്കും, അവർ അസ്വസ്ഥരാണ്. നേരെ മറിച്ച് ഒരു സ്വസ്ഥമായ മനസ്സുള്ള ഒരാൾക്ക്
ഏത് സമയം സമചിത്തതയോടെ പെരുമാറാൻ സാധിക്കും. നമുക്കറിയാം വലിയ വലിയ സാത്വികരായിട്ടുള്ള ആളുകളുടെ സംസാരം കേട്ടിട്ടില്ലേ? അവരെ എന്ത് ദ്വേഷിച്ച് സംസാരിച്ചാലും അവര് ആ സൗമ്യത വിടുകയില്ല. അപ്പം അങ്ങനെയുള്ളവരെയാണ് ആ മനപ്രസാദം, സൗമ്യത്വം, മൗനം. മൗനം എന്താണ്? ആരോടും പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കലബില കലബില എന്നൊന്നും പറയുന്നവരായിരിക്കില്ല അവര്. വളരെ മിതത്വമായിട്ടേ സംസാരിക്കുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ ആരോടും കയറി സംസാരിക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഒന്നും സംസാരിക്കാനില്ലെങ്കിൽ സംസാരിക്കാതിരിക്കുന്നത് തന്നെയായിരിക്കും അങ്ങനത്തെ അവസരങ്ങളിൽ നല്ലത്. ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ഏർപ്പെടുന്നതിലും ഒക്കെ ഭേദം മൗനമാണ്. ഇപ്പം നമ്മള് പണ്ടൊക്കെ വെറുതെ ആണേലും പറയാറുണ്ട് മൗനം വിദ്വാന് ഭൂഷണം എന്നൊക്കെ പറയുന്നത്. അത് ആവശ്യമില്ലാത്ത സമയത്ത് മൗനം തന്നെയാണ് എല്ലാവർക്കും ഭൂഷണം, അല്ലേ? പിന്നെ ആത്മവിനിഗ്രഹ. ആത്മവിനിഗ്രഹം എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ടാണ് ഈശ്വരനെ അറിയേണ്ടത്. അതിന് പലപ്പോഴും ഈശ്വരീയ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചുകൊണ്ടേയിരിക്കാം. നമ്മുടെ മനസ്സ് ശുദ്ധമാക്കാൻ വേണ്ടി നമുക്ക് ഈശ്വരീയ കാര്യങ്ങളിൽ ഏർപ്പെടാം. നമുക്ക് പലപ്പോഴും നാമം ചൊല്ലുവോ അല്ലെങ്കിൽ ഈശ്വരൻ, ഈ ഭഗവാൻ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഇവയൊക്കെയാണ് ആ ആത്മവിനിഗ്രഹ എന്ന് പറയുന്നത്. ആ ആത്മവിചാരം നമ്മളിൽ വളർത്തിയെടുക്കുക, അതാണ് ആത്മവിനിഗ്രഹ. ഇനി ഭാവസംശുദ്ധി. ഭാവസംശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ, ചില ആളുകൾ ചിന്തകളെയാണ് ഭാവസംശുദ്ധി. ആ ചിന്തകളിൽ ശുദ്ധമായിരിക്കുക. അപ്പം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ചില ആളുകൾക്ക് എന്ത് കണ്ടാലും, നമ്മുടെ കൂടെ തന്നെ ഒത്തിരി പേരെ നമ്മൾ ഓഫീസിലൊക്കെ വയ്ക്കുക നമുക്ക് കാണാൻ സാധിക്കും. എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ ഒരു നെഗറ്റീവ് ആയിരിക്കുക. ഓ, അതൊന്നും നടക്കില്ല. എനിക്ക് പലപ്പോഴും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജൂനിയേഴ്സിനോടൊക്കെ നമ്മൾ വലിയ കാര്യമായിട്ട് എന്തെങ്കിലും പുതിയൊരു സ്കീമൊക്കെ കൊണ്ടുവന്ന് പറയുമ്പോഴത്തേക്കും അവരാദ്യം പറയുന്നത്, ഓ മാഡം അത് നടക്കില്ല, അതൊന്നും ഒരു പ്രാക്ടിക്കലേ അല്ല എന്ന് ആദ്യത്തെ അവരുടെ റെസ്പോൺസ് അതായിരിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സ് മടുത്തു പോകും. നമ്മൾ ഭയങ്കര കാര്യമായിട്ടായിരിക്കും വന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഈ ആ ഭാവസംശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളു ശുദ്ധമല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നും. അപ്പൊ എന്ത് കണ്ടാലും ഒരു നെഗറ്റീവായിട്ട് തോന്നും. അപ്പൊ സദാചാര ഗുണ്ടായുസം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവര് കാണുന്നതെല്ലാം നെഗറ്റീവ് ഓളികൾ. നെഗറ്റീവ് ആളുകളായിരിക്കും. അവർക്ക് എന്ത് സദാചാര ഗുണ്ടകൾ അങ്ങനെയാണ്. അവർക്ക് എന്ത് കണ്ടാലും തെറ്റായിട്ടേ തോന്നുള്ളൂ. സംശയം. സംശയമൊക്കെ. അപ്പൊ അത് അവനവന്റെ മനസ്സിലെ വൈകല്യങ്ങൾ തന്നെയാണ് അവർ കാണുന്നത്. അപ്പൊ അത് മറ്റുള്ളവരിൽ ആരോപിക്കും. ഇങ്ങനെയുള്ള മനോവൈകല്യങ്ങളാണ് ഇവർക്കൊക്കെ ഉള്ളത്. അതാണ് പറയുന്നത് നമ്മുടെ ഭാവം ശുദ്ധമാകണം. അതാണ് ഭാവസംശുദ്ധി. ഭാവസംശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളില് നമ്മൾ ശുദ്ധമാകണം. അപ്പം അവനവന്റെ ഉള്ളു ശുദ്ധമാണെങ്കിൽ മാത്രമേ ഈ ലോകം മുഴുവൻ നല്ലതായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. ലോകം മംഗളകരമായി കാണാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ ഭാവസംശുദ്ധിയാണ് നമുക്ക് വേണ്ടത്. ഇത്യേതത്, ഇതെല്ലാമാണ് തപോ മാനസമുച്യതേ. ഇങ്ങനെയുള്ള ഇവയെല്ലാമാണ് മാനസം തപഹ, മാനസമായ തപസ് എന്ന് ഉച്യതേ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഭഗവാൻ എപ്പോഴും പറയുന്നത് നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കട്ടെ എന്ന് പറയുന്ന അത് തന്നെ ഇതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ അകത്തെ അസ്വസ്ഥതകളും നമ്മുടെ ഭാവഭേദങ്ങളും ആയിരിക്കും നമ്മുടെ വാക്കിൽ കൂടെയും പെരുമാറ്റത്തിൽ കൂടെയും ഒക്കെ പ്രസരിക്കുന്നത്. അപ്പൊ ഒരാൾ എപ്പോഴും നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാം അയാളുടെ ഉള്ള് അസ്വസ്ഥമാണ്. അവര് നല്ലതല്ല ചിന്തിക്കുന്നത് ലോകത്തിനെ പറ്റി ഒരിക്കലും. ചിലരെ കണ്ടിട്ടില്ല, എപ്പോഴും പ്ലസന്റ് ആയിട്ടിരിക്കും, പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. മറ്റുള്ളവരുടെ ഒരു കുറ്റവും കുറവും ഒന്നും പറയാനും ശ്രദ്ധിക്കാറില്ല. അവരെപ്പോഴും അവരുടെ മനസ്സ് ശുദ്ധമായി തന്നെ വെക്കാനായിട്ട് നോക്കും. അങ്ങനെയുള്ളതാണ് മാനസികമായ തപസ് എന്ന് പറയുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന തപസ്. മനപ്രസാദ സൗമ്യത്വം. മനസ്സെപ്പോഴും പ്രസാദമാക്കി വെക്കുക. സൗമ്യത്വം ശീലിക്കുക. വളരെ സൗമ്യമായിട്ട് മറ്റുള്ളവരോട് പെരുമാറുക. മൗനം, ആവശ്യമില്ലാത്ത ഇടത്ത് അധികം കയറി പറയാതെ മൗനമായിട്ട് മിണ്ടാതിരിക്കുക. ആത്മവിനിഗ്രഹ, അതുപോലെ നമ്മളെ തന്നെ
ഒന്ന് കൺട്രോൾ ചെയ്യുക. ഭാവസംശുദ്ധി, നമ്മുടെ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഉള്ളിലിരിപ്പ് ശുദ്ധമായിരിക്കുക. സംശുദ്ധിരിത്യേത് തപോ മാനസമുച്യതേ, മാനസിക തപസ് എന്ന് ഇതിനെയാണ് പറയുന്നത്. അപ്പൊ 16-ാമത്തതും കഴിഞ്ഞു. മനഃപ്രസാദ സൗമ്യത്വം മൗനമാത്മവിനിഗ്രഹ ഭാവസംശുദ്ധിരിത്യേതത് തപോ മാനസമുച്യതേ. ഇനി 17-ാമത്തെ ശ്ലോകം. ശ്രദ്ധയാ പരയാ തപ്തം തപ്തസ്തത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർ യുക്തൈ സാത്വികം പരിചക്ഷതേ. അപ്പൊ 3 തരത്തിലുള്ള തപസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഒരേപോലെ ഇതെല്ലാം ഒരുപോലെ അനുഷ്ഠിക്കണം. അപ്പം ആദ്യം പറഞ്ഞത് ശാരീരികമായ തപസ്, വാങ്മയമായിട്ടുള്ള തപസ്, പിന്നെ മനോമയമായിട്ടുള്ള തപസ്. അപ്പൊ ഈ 3 തപസ്സിനെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് 17-ാമത്തെ ശ്ലോകത്തില് അങ്ങനെയാണെങ്കിൽ മാത്രം ഈ 3 തപസ്സുകളും ഒരുപോലെ അനുഷ്ഠിച്ചാൽ മാത്രമേ നമുക്ക് ഈശ്വര സാക്ഷാത്കാരം സാധ്യമാകൂ. അതാണ് സാത്വിക തപസ് എന്ന് പറയുന്നു. 17-ാമത്തെ ശ്ലോകം. സാത്വികമായിട്ടുള്ളത് 17. ശ്രദ്ധയാ പരയാ തപ്തം തപ്തസ്തത്രിവിധം നരൈഹി അഫലാകാംക്ഷിഭിർ യുക്തൈ സാത്വികം പരിചക്ഷതേ. അപ്പൊ സാത്വികമായിട്ടുള്ളത് എന്തും ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നതായിരിക്കും, അല്ലെ? നമ്മളെ ഇത്രയും കാലം പറഞ്ഞത് മുഴുവൻ ഫലത്തിൽ ഇച്ഛിക്കാതെ ചെയ്യുന്നതെല്ലാം സാത്വികമായിട്ടുള്ള കർമ്മങ്ങളായിരിക്കും. അപ്പം ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്നു. അതുപോലെയാണ് ഈ 3 തരത്തിലുള്ള തപസ്. ആ 3 തരത്തിലുള്ള തപസ്സിനെ അഫലാകാംക്ഷിഭിഹി, ഇത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിന് തൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഭഗവാനെ മനസ്സുകൊണ്ടറിയാനും ചിത്തശുദ്ധി കൈവരാനും വേണ്ടി മാത്രമായിരിക്കും ഈ തരത്തിലുള്ള ആളുകൾ ശ്രമിക്കുന്നത്. ശ്രദ്ധയാ പരയാ തപ്തം തപ്തസ്തത്രിവിധം നരൈഹി, 3 തരത്തില്. അപ്പൊ അവരെങ്ങനെയാണ്? അഫലാകാംക്ഷിഭിഹി, അവർക്ക് ഫലത്തിൽ ഒരു ആഗ്രഹവും കാണില്ല. അപ്പൊ യുക്തൈഹി എന്ന് പറഞ്ഞാൽ അത് 3ഉം കൂടിയിട്ട് നരൈഹി മനുഷ്യരാൽ, പരയാ ശ്രദ്ധയാ, പരയാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശ്രദ്ധ മുഴുവൻ ചിത്തശുദ്ധിയിലൂടെ എനിക്ക് എങ്ങനെയെങ്കിലും ഈശ്വര സാക്ഷാത്കാരം നേടണം എന്ന് മാത്രമേ അവർക്ക് ആഗ്രഹം ഉണ്ടാവുകയുള്ളൂ. തപ്തം എന്ന് പറഞ്ഞാൽ തപസ് അനുഷ്ഠിക്കപ്പെടുന്നു. ത്രിവിധം തപഹ, 3 തരത്തിലുള്ള തപസ്, ഭൗതിക ഫലേച്ഛ കൂടാതെ ചെയ്യുക. അപ്പൊ ഈ 3 കാര്യങ്ങൾ, 3 വിധത്തിലുള്ള തപസ്സിനെ സാത്വികമാക്കുന്ന ഘടകം. അപ്പൊ ഈ 3 തരത്തിൽ എന്തൊക്കെയാ വേണ്ടേ? സാത്വികം തപസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയാ പരയാ, അവർക്കെപ്പോഴും ആ പരമമായ കാര്യത്തില് ആ ശ്രദ്ധ മുഴുവൻ എൻ്റെ ചിത്തം ശുദ്ധമാക്കി എനിക്ക് ആ ഈശ്വര സാക്ഷാത്കാരം നേടണം എന്നുള്ളതായിരിക്കും അവരുടെ ആദ്യത്തെ തപ്തം എന്ന് പറഞ്ഞാൽ തപസ് അനുഷ്ഠിക്കുക. അത് വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കും ആ പരയാ തപ്തം, ആ പരമമായ കാര്യത്തിന് വേണ്ടിയുള്ള തപസ്സായിരിക്കും അവർ അനുഷ്ഠിക്കുന്നത്. തപസ് ത്രിവിധം നരൈഹി, 3 തരത്തിലുള്ള തപസ്സുകളാണ് നരൈഹി മനുഷ്യരാൽ അനുഷ്ഠിക്കപ്പെടുന്നത്. അതിനകത്തെ ഒരെണ്ണം അഫലാകാംക്ഷിഭിഹി, ഒരിക്കലും ഫലത്തെ കാക്ഷിക്കാതെ ഇതെല്ലാം കൂടെ ഫലത്തെ ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഈ കർമ്മങ്ങളെയൊക്കെയാണ് സാത്വികം പരിചക്ഷതേ, സാത്വികമായ തപസ് എന്ന് പറയുന്നത്. അവർക്ക് ശ്രദ്ധയുണ്ടാവും, അത് പരമമായ ഈശ്വര സാക്ഷാത്കാരത്തിലായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. അതുപോലെ അതിന് ഫലത്തിലൊരിക്കലും കാംക്ഷയില്ലാതെയും ആയിരിക്കും. ഈ 3 കാര്യങ്ങളിലും ഉറച്ചതായിരിക്കും അവരുടെ തപസ്. അതിനെയാണ് സാത്വികമായ തപസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് ഈ വിധത്തില് ഈ 3 വിധത്തിലുള്ള തപസ്സിനെ ആക്കുന്ന ഘടകങ്ങളാണ് ഈ 3 കാര്യങ്ങള്. ശ്രദ്ധ ഉണ്ടാവണം,
ആ പരമമായ കാര്യത്തിലായിരിക്കണം അവരുടെ ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ ഫലത്തില് ഒരിക്കലും ആഗ്രഹമില്ലാതെയും ഇരിക്കണം. അതാണ് ഈ 3 കാര്യങ്ങള്. അടുത്തത് തത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം. രാജസം ചലം അധ്രുവം. സത്കാരമാന പൂജാർത്ഥം. മനസ്സിന്റെ ഭാവന മാറുമ്പോഴാണ് ആ തപസ്സൊക്കെ രാജസവും സാത്വികവും. നമ്മുടെ സാത്വിക മനസ്സുള്ളവരുടെ പറഞ്ഞല്ലോ, അവർക്ക് ഫലത്തിൽ ഒരിക്കലും ആഗ്രഹം കാണില്ല. അതുപോലെ തന്നെയാണ് രാജസ ഗുണമുള്ളവരുടെ കാര്യം പറയാം. അപ്പം മനസ്സിന്റെ ഭാവന അപ്പോഴത്തേക്കും മാറും. നമ്മൾ എന്തിനാ തപസ് ചെയ്യുന്നത്? രജോ ഗുണക്കാര് തപസ് ചെയ്യുന്നത് തന്നെ അവരുടെ ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ തപസ് രാജസമായിട്ട് തീരുന്നത് 3-4 കാര്യങ്ങളാണ് പറയുന്നത്. സത്കാരമാന പൂജാർത്ഥം. സത്കാരമാന പൂജാർത്ഥം എന്ന് പറഞ്ഞാൽ അവര് വലിയ വലിയ ഈശ്വര കാര്യങ്ങളിലൊക്കെ ഏർപ്പെടും. എന്തിനു വേണ്ടിയിട്ടാ? മറ്റുള്ളവരിൽ നിന്നും വലിയ ഒരു സത്കാരം ലഭിക്കും. എന്ന് വെച്ചാൽ സത്കാരം എന്ന് പറഞ്ഞാൽ അവരെ ഇങ്ങനെ പുകഴ്ത്തി പറയുക, അങ്ങനത്തെയൊക്കെ കാര്യത്തെയാണ് സത്കാരം എന്ന് പറയുന്നത്. പിന്നെ മാനം എന്ന് പറഞ്ഞാൽ ബഹുമാനം. അവരിൽ നിന്ന് തന്നെ പൂജിക്കണം. നമ്മൾ ഇത്രയും വലിയ കാര്യങ്ങൾ, വലിയ വഴിപാടുകൾ ചെയ്യുന്ന ആളാണ് ഞാൻ, എല്ലാം വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഞാൻ പഠിച്ച് പാസ്സായിരിക്കെ എവിടെ നിന്ന് ചോദിച്ചാലും എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് വലിയ പൊങ്ങച്ചമൊക്കെ പറയുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ലഭിക്കണം. അതിനു വേണ്ടിയിട്ടായിരിക്കും അവര് പൊതുവെ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഭഗവാൻ എൻ്റെ സ്വന്തമാണ്, അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഞാൻ എന്ന അഹങ്കാരത്തോടെ അവനവൻ ചെയ്യുന്ന സാധനയെ മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ദമ്പത്തിനായി ഉപയോഗിക്കുക. അതാണ് അവര് ചെയ്യുന്ന കാര്യങ്ങൾ. ഞാൻ ഭയങ്കര മിടുക്കനാണ്, ഞാൻ ഈശ്വരന്റെ ഒക്കെ അടുത്ത ആളാണ്, ഇത്രയും വലിയ വലിയ പൂജകളും ഞാൻ എല്ലാ വർഷവും 41 ദിവസവും വ്രതമെടുത്താണ് ശബരിമലയ്ക്ക് പോകുന്നത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവര് മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങ് വിളിച്ചു പറയും. അപ്പൊ എന്തിനാന്ന് വെച്ചാൽ അവർക്ക് സത്കാരം, മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാവാനും ബഹുമാനം, മാനം, പൂജാർത്ഥം, അവര് നമ്മളെ പൂജിക്കണം, ബഹുമാനിക്കണം എന്ന ഒരു തോന്നലോടുകൂടി. അങ്ങനത്തെ തപസ്സാണ്. ദംഭേന ചെയ്വയത്. അതെന്തിനാ? അഹങ്കാരത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. ക്രിയതേ തദിഹ പ്രോക്തം. ഇങ്ങനെയൊക്കെ തപക്രിയതേ. അപ്പൊ അവര് ദമ്പത്തിനായിട്ട്, അവരുടെ അഹങ്കാരത്തിനായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള തപക്രിയതേ, മറ്റുള്ളവരോട് പറയാനായിട്ടാണ് ഈ തപസ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന തപസ്സേതോ അതിനൊരു സ്ഥിരതയും ഉണ്ടാവില്ല, അല്ലേ? അവര് സ്വാർത്ഥതയോടുകൂടി ചെയ്യുന്ന തപസ് ഒരിക്കലും അവർക്ക് പൂർത്തീകരിക്കാനും സാധിക്കില്ല. ഇവിടെ ചലിക്കുന്നത് സ്ഥിരതയില്ലാത്തതായിരിക്കും. അവർക്ക് ഒരിക്കലും സ്ഥിരത ഉണ്ടാവില്ല. അവർക്ക് ഇന്ന് കാണുന്ന ആഗ്രഹമല്ല നാളെ കാണുന്ന. അപ്പൊ അത് എപ്പോഴും ചലിക്കുന്നതായിരിക്കും. സ്ഥിരമല്ലാത്തത് കൊണ്ട് തന്നെ അധ്രുവം എന്ന് പറഞ്ഞാൽ ഈശ്വര സാക്ഷാത്കാരം എന്ന ശാശ്വത ഫലം നേടിത്തരാത്തതുമായിട്ടുള്ള തപസ്സാണത്. അധ്രുവം എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്യത്തെ പ്രാപിക്കുന്ന തപസ്സല്ല ആ തപസ്. അങ്ങനെയുള്ള തപസ്സിനെയാണ് രാജസം ഉച്യതേ. രാജസം പ്രോക്തം. ക്രിയതേ തദിഹ പ്രോക്തം. രാജസം ചലം അധ്രുവം. എപ്പോഴും ചലിക്കുന്നതായിരിക്കും, സ്ഥിരമല്ലാത്തതായിരിക്കും അവരുടെ ആഗ്രഹങ്ങളും ചിന്തയും ഒക്കെ. അങ്ങനെ ചെയ്യുന്ന തപസ്സിനെയാണ് രാജസം പ്രോക്തം, രാജസം എന്ന് പറയപ്പെടുന്നത്. ഇവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപാധിയാണ് ഈശ്വരൻ. ഞാൻ അങ്ങനെ ഈശ്വരന്റെ ഏറ്റവും അടുത്ത ആളാണ്, അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയുള്ളൂ. അവര് യഥാർത്ഥത്തിൽ ഈശ്വരനെ ലഭിക്കാൻ വേണ്ടിയിട്ടല്ല ഈ തപസ്സുകളൊക്കെ ചെയ്യുന്നത്. അത്തരക്കാരെ തിരിച്ചറിയുക എന്നാണ് സാത്വികരായ ഭക്തരുടെ വിവേക ബുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് കുറച്ചൊക്കെ കണ്ടാൽ മനസ്സിലാവും ആൾക്കാരുടെ, അല്ലേ? നമ്മൾ വലിയ ആളായിട്ട് ഓരോ അമ്പലങ്ങളിൽ കൂടിയൊക്കെ നടക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് ഇത്രയേ ഉള്ളൂ. എന്നെ എല്ലാവരും ബഹുമാനിച്ച് ഞാൻ ഇത്രയും വലിയ വലിയ കാര്യങ്ങളാണ് അമ്പലത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പള്ളിക്ക് വേണ്ടി ചെയ്തതെന്നൊക്കെ 4 പേര് അറിയണം.
അത്രയും കാര്യമുള്ളൂ. അപ്പം ഒരു സാത്വികനായ തപസ്വി തന്നെക്കുറിച്ചോ തൻ്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങളെ കുറിച്ചോ ഒന്നും മറ്റുള്ളവരോട് ഒരിക്കലും പറഞ്ഞു നടക്കാറില്ല. പക്ഷെ ഈ രാജസ ഗുണമുള്ളവര് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയും അവര് മറ്റുള്ളവരിൽ നിന്ന് വലിയ ബഹുമാനവും പൂജയൊക്കെ മേടിക്കുകയും ചെയ്യും. അപ്പൊ ഈ സാത്വികരായ ആൾക്കാരുടെ പ്രസിദ്ധി എന്ന് പറയുന്ന ഒരു പൂ വിരിഞ്ഞാൽ എങ്ങനെയാണോ, അവര് നാച്ചുറൽ ആയിരിക്കും. പൂ വിരിഞ്ഞാൽ എങ്ങനെയാണോ വണ്ടുകൾ വന്ന് പോകുന്നത്, വന്നെത്തുന്നത്, അതുപോലെ സാത്വിക തപസ്വിയായ ആളുകളെ തേടി ആളുകൾ തന്നെ വന്നോളും എന്നാണ് പറയുന്നത്. വലിയ വലിയ മഹർഷിമാരെയൊക്കെ തേടി ആൾക്കാർ അങ്ങോട്ട് ചെല്ലുക ചെയ്യുന്നത്. അത് ആളുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അവര് അവരുടെ ആ തപസ്സിന്റെ ഗുണം എന്ന് പറയുന്നത് അവര് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടക്കേണ്ട കാര്യമില്ല. എല്ലാവരും ഇങ്ങോട്ട് വന്ന് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതാണ് പറയുന്നത്. അപ്പം രാജസമായിട്ടുള്ള തപസ്സിനെ കുറിച്ചാണ് ഇപ്പൊ 18ാമത്തെ ശ്ലോകം പറഞ്ഞത്. സത്കാരമാന പൂജാർത്ഥം, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. സത്കാരം ലഭിക്കണം, ബഹുമാനം ലഭിക്കണം, അവര് പൂജിക്കണം തങ്ങളെ. അങ്ങനെ ചെയ്യുന്ന തപസ് ദംഭേന, അഹങ്കാരത്തോടു കൂടിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ക്രിയത എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു. തദിഹ പ്രോക്തം, ഇങ്ങനെയുള്ള ചെയ്യുന്ന തപസ്സിനെ, ഇവിടെ പറഞ്ഞ തപസ്സിനെ രാജസം ചലം, രാജസം എന്ന് പറഞ്ഞാൽ രജോ ഗുണപ്രധാനന്മാര് ചെയ്യുന്നവരാണ്. ചലം സ്ഥിരമായിട്ടുള്ളതല്ല, ചലിക്കുന്നതായിരിക്കും. അധ്രുവം, ലക്ഷ്യത്തിൽ ചെന്ന് പെടാൻ ഒരിക്കലും സാധിക്കാത്ത തപസ്സായിരിക്കും അവരുടേത്. സത്കാരമാന പൂജാർത്ഥം തപോദംഭേന ചൈവയത് ക്രിയതേ തദിഹ പ്രോക്തം രാജസം ചലം അധ്രുവം. ഇനി 19. മൂഢഗ്രാഹേണാത്മനോ യത് പീഡയാ ക്രിയതേ തപഃ പരസ്യോത്സാദനാർത്ഥം വാ തത്താമസമുദാഹൃതം. ഇനി തപസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിഷ്ഠയോടുകൂടി ചെയ്യുന്നത് എന്നതാണ് തപസ് എന്ന് പറയുന്നത്. അപ്പം അല്ലാതെ ഇങ്ങനെ വലിയ യജ്ഞകുണ്ടമൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന തപസ് മാത്രമല്ല തപസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിഷ്ഠയോടുകൂടി എന്ത് കാര്യം ആചരിക്കുന്നോ അതിനെയാണ് തപസ് എന്ന് പറയുന്നത്. അപ്പം മറ്റൊരാളുകൾക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ ചെയ്യാമെന്ന് ഇപ്പൊ ചിലരുണ്ട്, മറ്റുള്ളവർക്ക് ഉപദ്രവമായിക്കോട്ടെ എന്നാലും എൻ്റെ കാര്യം നടക്കണം എന്ന് ചിന്തിച്ച് മറ്റുള്ളവരുടെ നാശത്തിനായി ചെയ്യുന്ന തപസ്സാണ് താമസിക തപസ്. അത് നമുക്കറിയാം. ഈ രാക്ഷസന്മാരും ദുഷ്ടന്മാരും ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭൗതിക നേട്ടം, എനിക്ക് ഇന്നയാളെ ജയിക്കണം, മറ്റുള്ളവരെ കൊല്ലണം, അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് തപസ് ചെയ്യുന്നത്. നമുക്ക് പുരാണത്തിലൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അപ്പം രാക്ഷസന്മാരുടെയും അസുരന്മാരുടെയും ഒക്കെ തപസ്സാണ് ഇതിന് ഉദാഹരണം. അപ്പൊ അവരെന്തൊക്കെയാ ചെയ്യുന്നത്? തനിക്ക് വരം വേണം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും തപസ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതിനായിട്ട് എന്തും സഹിച്ച് അവര് ചെയ്യും. ഇപ്പൊ അവര് ആഹാരം വേണ്ടെന്ന് വെക്കും, ഒറ്റക്കാലയിൽ നിന്ന് തപസ് ചെയ്യുന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ അതിനെപ്പറ്റിയൊക്കെയാണ് താമസിക ഗുണമുള്ളവർ എങ്ങനെയാണ് ഇങ്ങനെയുള്ള തപസ്സുകൾ ചെയ്യുന്നത്. മൂഢഗ്രാഹേണ എന്ന് പറഞ്ഞ മൂഢഗ്രാഹേണ, ഭൗതികതയിലുള്ള അതിമോഹ നിമിത്തം. മൂഢന്മാരവര്. എനിക്ക് ഈ ലോകത്തിലെ സുഖം വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ലോകത്ത് തപസ് കൊണ്ട് തനിക്ക് എന്തും നേടാം. ആ നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാം എന്ന മൂഢ മനസ്സോടെ, അതാണ് മൂഢഗ്രാഹേണ എന്ന് പറയുന്നത്. ആത്മനഹ, ദേഹത്തെയും മനസ്സിനെയും പീഡിപ്പിക്കുക. ആത്മനഹ ഏത് വെച്ചാണോ ദേഹത്തെയും മനസ്സിനെയും ഒക്കെ പീഡയാ, വല്ലാതെ പീഡിപ്പിച്ച്, പരസ്യ ഉത്സാദനാർത്ഥം, ഉത്സാദനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നാശം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുക. പരൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മറ്റുള്ളവര് പരനായിട്ടുള്ള ആള്, അവരുടെ ഉത്സാദനാർത്ഥം, മറ്റുള്ളവർക്ക് നാശം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
അവർക്ക് നാശമുണ്ടാകട്ടെ അത് ലക്ഷ്യമാക്കിയുള്ളതിനെയാണ് പരസ്യോത്സാദനാർത്ഥം വാ. ഉത്സാദനാർത്ഥം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. യത് ഏതൊക്കെ തപസ് ക്രിയതേ, ക്രിയതേ എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു, ആചരിക്കപ്പെടുന്നുവോ അത് താമസം ഉദാഹൃതം, അതെല്ലാം താമസമായിട്ടുള്ള തപസ് എന്നുള്ള ഉദാഹരണമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം. മൂഢഗ്രാഹേണ, മൂഢരായിരിക്കും അവര്. ഭൗതികതയിലുള്ള അതിമോഹം കൊണ്ട് നമുക്ക് ഇതൊക്കെ നേടിയാൽ എനിക്ക് ഈ ലോകം മുഴുവൻ പിടിച്ചടക്കാം, എനിക്ക് ജീവിതകാലം മുഴുവൻ സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ആ മൂഢമായിട്ടുള്ള ചിന്തയുള്ളവര്. ആത്മനഃ പീഡയാ ക്രിയതേ, നമ്മളെ തന്നെ പീഡിപ്പിച്ച് ഈ പറഞ്ഞ പോലെ ശരീരത്തിനെ അങ്ങ് പീഡിപ്പിക്കുക എന്നുവെച്ചാ ആഹാരം കഴിക്കാതിരിക്കുക, ഞാൻ വെള്ളം കുടിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ തപസ് ചെയ്യുന്നവരായിരിക്കും. എന്ന് വെച്ചാൽ അവരുടെ ഉന്നമനത്തിനാണ്. അവർക്ക് മറ്റുള്ളവരെ ഇനിയാളെ കൊന്ന് എനിക്ക് രാജ്യം കിട്ടണം, അങ്ങനെയൊക്കെ ദുഷ്ടന്മാരായ ആളുകളായിരിക്കും അവര് ചെയ്യുന്നത്. അപ്പൊ പീഡിപ്പിച്ചുകൊണ്ട്, പരസ്യ ഉത്സാദനാർത്ഥം മറ്റുള്ളവരെ നശിപ്പിക്കണം എന്നുള്ള ചിന്തയോടെ ചെയ്യുന്നവരും ആയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന തപസ് താമസ തപസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് താമസമായിട്ടുള്ള തപസ്സുകൾക്ക് ഉദാഹരണം. കഠിനമായ തപസ്സുകൾ അവനവന്റെ ഉയർച്ചയും അതോടൊപ്പം മറ്റുള്ളവരുടെ നാശത്തിനുമാണ്. നമുക്കറിയാം ഓരോ ഭയങ്കര ശൂലം കുത്തി തറയ്ക്കല്, അങ്ങനത്തെ കുറേ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈശ്വരപ്രീതിക്കായിട്ട് ഭൗതിക ലാഭത്തിനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഫലപ്രാപ്തിയിലെത്തില്ല. നമ്മള് ഈ ജീവിതത്തില് ഈ ലോകത്തിലെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് വ്രതങ്ങൾ എടുത്താലും അതിനൊന്നും ഒരു ഈശ്വര പ്രാപ്തി ഉണ്ടാവില്ല. അതിന്റെ ഒന്നും ലക്ഷ്യം ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് ആ മനസ്സിനെ ശുദ്ധമാക്കി വെക്കുന്നതുകൊണ്ട് മാത്രമേ ഇതിനൊക്കെ ശാശ്വതമായ സമാധാനം, നമുക്ക് സന്തോഷവും സമാധാനവും വരണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. നമുക്ക് ഭൗതിക ലോകത്തിൽ കാണുന്നതെല്ലാം അത് വേണം എനിക്ക്, ഇത് വേണം എനിക്ക്, അങ്ങനെ തോന്നിയാൽ തന്നെ ഇതൊന്നും ഭൗതിക നേട്ടങ്ങളുടെ പുറകെ പോയാൽ അതൊന്നും തപസ്സല്ല. അതൊക്കെ നമ്മുടെ താൽക്കാലികമായ സന്തോഷത്തിന് മാത്രം ഉപയോഗിക്കുന്ന തപസ്സുകളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് താമസികമായിട്ടുള്ള തപസ്, മറ്റുള്ളവരെ നശിപ്പിക്കണം എന്ന് മാത്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്ന തപസ്സുകളാണ് താമസികമായിട്ടുള്ള തപസ്സുകൾ. 19. ഇനി 20. ദാതവ്യമിതി യദ്ദാനം ദീയതേ അനുപകാരിണേ ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ഇനി ദാനത്തെ കുറിച്ചാണ് അടുത്ത 3 ശ്ലോകങ്ങൾ പറയുന്നത്. എങ്ങനെയൊക്കെയാണ് ദാനം? ദാനം എന്നത് മനുഷ്യന്റെ ഒരു നമ്മളെപ്പോഴും പരമമായ ഒരു ധർമ്മമായിട്ട് കണക്കാക്കാം. നമ്മൾ സമ്പാദിക്കുന്ന മറ്റുള്ള ചില മതങ്ങളിലൊക്കെ ഉണ്ട്, ഇത്ര % കൃത്യമായിട്ട് കൊടുത്തിരിക്കണം, ദാനം കൊടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ മതഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ സമ്പാദിക്കുന്ന ഒരു പണത്തിന്റെ അല്ലെങ്കിൽ ഒരു സമ്പത്തിന്റെ 4/1 ദാനത്തിനായി മാറ്റിവെക്കണം എന്നതാണ് ശരിയായിട്ടുള്ള ധർമ്മം. അതൊരു ധർമ്മം തന്നെയാണ്, ചെയ്യേണ്ടത് തന്നെയാണ്. അതാണ് ധർമ്മ്യം. ദാതവ്യം എന്ന് പറഞ്ഞാൽ അത് കൊടുക്കേണ്ടതാണ്. ഇതി യദ്ദാനം, ഏതുപോലെ എങ്ങനെയാണ് ഈ ദാനം? ദീയതേ അനുപകാരിണേ. അപ്പം ദീയതേ അനുപകാരിണേ എന്ന് പറഞ്ഞാൽ നമ്മള് ദേശേ കാലേച പാത്രേച്ച, ദേശേ സ്ഥലം നോക്കിയിട്ട് ദാനം കൊടുക്കേണ്ട ഒരു വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്കൊക്കെയാണ് നിൽക്കുന്നത്. അവിടെ വെച്ച് എനിക്ക് കൊടുത്താൽ വലിയ പരസ്യം കിട്ടും, അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് അങ്ങ് കൊടുത്തേക്കാം എന്നൊന്നും വിചാരിക്കണ്ട. അപ്പൊ അവിടെ വെച്ച് പരസ്യമായി കൊടുക്കാതെ കാലേ, സന്ദർഭം നോക്കിയിട്ട് അവർക്ക് ഉചിതമായ സമയത്താണ് അത് കിട്ടുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അതാണ് കാലേ എന്ന് പറയുന്നത്. നമുക്കൊരു ആവശ്യത്തിന്, ഇപ്പൊ ഒരാൾ ആഹാരം കഴിക്കാതെ ഇരിക്കുന്നു, അല്ലാതെ ഒരു സദ്യയുടെ ഇടയിൽ കൊണ്ടുവന്ന് അയാൾക്ക് ദാനം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അയാൾ വിശന്നിരിക്കുമ്പോൾ അയാൾക്ക് വേണ്ടത്, ഇപ്പൊ
ദാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വിചാരിക്കുന്നതൊക്കെ പൈസ കൊടുക്കുക പൈസയായിട്ടല്ല. അയാൾക്ക് വേണമെങ്കിൽ അയാളുടെ ഇവരുടെ ഒരു സാമീപ്യമാകാൻ ചിലപ്പോൾ ദാനം, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, ഒരു സ്നേഹമായിരിക്കാം ദാനം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് കാര്യവും നമുക്ക് ഒരു ദാനമായിട്ട് കണക്കാക്കാം. അപ്പം അതാണ്, ഒരു വലിയ ജനക്കൂട്ടത്തിലൊന്നും വെച്ച് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ ഉചിതമായ സമയത്ത് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ്. പാത്രേ, ഏത് പാത്രത്തിലാണ് ദാനം ചെയ്യേണ്ടത്, അതിന് അയാൾക്ക് ഉണ്ട് എന്നുകൂടി നമ്മൾ നോക്കുക. ഉദാഹരണത്തിന് ദാനത്തിന് അർഹരായിരിക്കും ചിലര്, പക്ഷെ അയാൾക്കൊന്നും കാണില്ല അന്ന് കഴിക്കാനും ഒന്നും. പക്ഷെ അവൻ വളരെ വലിയ ഒരു മദ്യപാനിയോ ഈ ലഹരിക്ക് അടിമയൊക്കെ ആണെങ്കിൽ ആ കൊടുക്കുന്ന ദാനം ഒരിക്കലും ഫലപ്രാപ്തിയിലെത്തില്ല, അല്ലേ? അവൻ അത് കൊണ്ടുപോയി അപ്പൊ തന്നെ കള്ളടിക്കുകയേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാലം, ദേശം, പാത്രം, ഈ മൂന്നും നോക്കിയിട്ട് മാത്രമേ ദാനം കൊടുക്കാവുള്ളൂ. അവര് വേണ്ട സമയത്ത് വേണ്ട കാലത്ത് സന്ദർഭം നോക്കിയിട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ചാരുമൂട്ടിലൊരു ഭിക്ഷക്കാരൻ വണ്ടി തട്ടിയങ്ങനെ കടത്തിണ്ണയ്ക്ക് മരിച്ചു കിടന്നു. അയാളുടെ ഭക്ഷണപാത്രം 4,4 2 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പോലീസുകാർ എണ്ണി മടുത്തു. അതാ പറഞ്ഞ. അപ്പം ഇങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ ആ വേണ്ട ആയിരിക്കും ചിലപ്പോ കൊടുക്കുന്നത്. ഇയാൾ എങ്ങനെയെങ്കിലും തട്ടിച്ചെടുത്തതോ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ചിലപ്പം. അപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കും അറിയാവുന്ന, അയാൾ കായംകുളം ബസ് സ്റ്റാൻഡിലൊക്കെ വെച്ച് ബസ്സിൽ കയറുമായിരുന്നു. ഞാനൊക്കെ ആദ്യമൊക്കെ കൊടുത്തു, പിന്നെ അന്നേരം ആളുകൾ പറഞ്ഞായിരുന്നു കൊടുക്കല്ലേ, അവന് കൊണ്ടുപോയി കുടിക്കാനാണ്. അയാളാണ് പറയുന്നത് ഇപ്പൊ പഠിച്ചത്. അതാണ്. അപ്പൊ അതൊന്നും അങ്ങനെ കൊടുക്കുന്ന ദാനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് സംശയമാണ്. അപ്പൊ അതിനാൽ ദാനം ചെയ്യുമ്പോൾ അയാളുടെ അർഹത കൂടി അറിഞ്ഞിട്ട് വേണം നമ്മൾ കൊടുക്കാനെന്നാ പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നോക്കി കൊടുത്തു കഴിഞ്ഞാല് ആ ദാനം പിന്നെ മറന്നേക്കണം. നമ്മളിപ്പോ ഒരാൾക്ക് ഒരു സാധനം കൊടുത്തു, അത് പിന്നെ അയാളെ പിന്നെ കാണുമ്പോഴൊക്കെ കണ്ടോ, ഞാൻ ഇയാൾക്ക് ആവശ്യത്തിന് ഇത്രയും രൂപയൊക്കെ കൊടുത്തു, എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ ഒരു നന്ദി ഉണ്ടോന്ന്, നേരെ തിരിഞ്ഞു നടക്കുന്ന കണ്ടോ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരാൾക്ക് ഒരു സാധനം, എന്തെങ്കിലും ഒരു ദാനം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് മറന്നേക്കണം. അപ്പൊ തിരിച്ച് ആ ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു പ്രത്യുപകാരവും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കണം. അതാണ് അനുപകാരിണേ എന്ന് പറയുന്നത്. അനുപകാരിണേ എന്ന് പറഞ്ഞാൽ തിരിച്ച് പ്രത്യുപകാരം നമ്മൾ പ്രതീക്ഷിക്കാതെ വേണം കൊടുക്കാനായിട്ട്. അപ്പം കൊടുത്ത അപ്പൊ തന്നെ അങ്ങ് നമ്മൾ മറന്നു കളഞ്ഞേക്കണം. അങ്ങനെയുള്ളതാണ്, അതിനെയാണ് ദാനം, സാത്വികമായ ദാനം എന്ന് പറയുന്നത്. സാത്വിക ദാനമായി കണക്കാക്കുന്നു. സാത്വികീ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ദാനമാണ് ദാനത്തെ പുണ്യമാക്കി തീർക്കുന്നത്. നമ്മൾ ഈ അതായത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ യഥാർത്ഥത്തിലുള്ള ആവശ്യക്കാർക്ക്, അതാണ് പാത്രേ, കൃത്യമായ സമയത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ്. അങ്ങനെ കൊടുക്കുന്ന ദാനത്തെയാണ് പുണ്യമായി കണക്കാക്കുന്നത്. അപ്പം ദാനം തന്നെ നമ്മൾ എന്തിനാ, ചിത്തശുദ്ധിക്കായിട്ടായിരിക്കണം ഈ പുണ്യകർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പം മനസ്സിന്റെ ലോഭചിന്തനകൾ നമുക്ക് അകന്നു കിട്ടാൻ, മനുഷ്യർ സമ്പാദ്യത്തിന്റെ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങളാ, എത്ര കിട്ടിയാലും മതിയാവില്ല. നമ്മുടെ സമ്പാദ്യത്തിന്റെ ഇത്ര ഒരു ഭാഗം സഹജീവികൾക്കായി മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല പൂർവജന്മങ്ങളിൽ ചെയ്തു പോയ ഏതെങ്കിലും രീതിയിലുള്ള പാപങ്ങള് ദുരിതമായിട്ടാണ് നമ്മളിപ്പൊ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും നമുക്ക് ഇപ്പൊ ലഭിക്കുന്നില്ല, അതിന്റെ ഫലങ്ങളൊന്നും ലഭിക്കുന്നില്ല. നമുക്ക് രോഗങ്ങൾ വരുന്നു, ദുരിതങ്ങൾ വരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത ഓരോ കാര്യങ്ങളാ. അപ്പൊ പൂർവജന്മകൃതം ദോഷം രോഗരൂപേണ ജായതേ എന്നാ പറയുന്നത്. കഴിഞ്ഞ ജന്മത്തില് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ദുഷ്ടതകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം ദുരിതങ്ങളും രോഗങ്ങളുമായിട്ടാണ് ഈ ജന്മത്തിൽ പ്രത്യക്ഷപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവരിപ്പൊ ചെയ്തതുകൊണ്ടല്ല അവർ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്നത്. അവരും ഇതുപോലെ പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ കൊണ്ടാണ് ഈ രോഗവും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. അപ്പൊ ഈ സമയത്ത്
ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രായശ്ചിത്തമാണ് ദാനം എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് നമുക്കപ്പ ആ കഴിഞ്ഞ ജന്മത്തിൽ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലങ്ങള് ദുഷ്ഫലങ്ങൾ ഇല്ലാതാവാൻ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നമ്മൾ ദാനത്തെ കണക്കാക്കുന്നത്. ദാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വിചാരിക്കുന്ന പോലെ ധനം മാത്രമല്ല, നമുക്കൊരാൾക്ക് ഒരു അറിവ് പകർന്നു കൊടുക്കാം, അതുപോലെ സ്നേഹം പകർന്നു കൊടുക്കാം, സാമീപ്യം. നമുക്ക് ചിലപ്പോൾ ഒരാളുടെ സാമീപ്യമായിരിക്കും അത്യാവശ്യം. ആ സാമീപ്യം അയാൾക്ക് കൊടുക്കുക എന്ന് പറയുന്ന ആൾക്ക് അവിടുത്തെ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത്. അപ്പം പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ നിസ്വാർത്ഥമായിട്ട് ചെയ്യണം. നമ്മൾ പ്രത്യുപകാരം ഒന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. ഇത് ചിത്തശുദ്ധിക്ക് ഇതുപോലെ നല്ല ഒരു സാധന വേറെ ഇല്ല. ദാനം പോലെ ഇത്രയും നല്ല ഒരു സാധന വേറെ ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ദാനം ചെയ്യണം. ദാതവ്യം ഇതി യദ്ദാനം. ദാതവ്യം എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടതാണ്. യദ്ദാനം ഏതൊരു ദാനമാണോ ദീയതേ കൊടുക്കപ്പെടുന്നു, അനുപകാരിനെ തിരിച്ചിങ്ങോട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ വേണം കൊടുക്കാൻ. അത് എങ്ങനെ കൊടുക്കണം? ദേശം നോക്കി കൊടുക്കണം, കാലം നോക്കി കൊടുക്കണം, സത്പാത്രത്തിലായിരിക്കണം കൊടുക്കണം. ദേശം എന്ന് പറഞ്ഞാൽ അയാളുടെ സന്ദർഭം, കാലം എന്ന് പറഞ്ഞാൽ അയാൾ അർഹതപ്പെട്ടതാണോ എന്ന് ശരിക്കും നോക്കിയിട്ട് ആ അയാൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യം, അതും വളരെ പബ്ലിസിറ്റിക്കായിട്ടല്ലാതെ. അതാണ് ദേശം. പാത്രേജ തദ്ദാനം. അങ്ങനെ കൊടുക്കുന്ന ദാനത്തിനെയാണ് സാത്വികം സ്മൃതം, സാത്വികം എന്ന് പറയപ്പെടുന്നത്. സ്മൃതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അനുസ്മരിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സമ്പത്തിന്റെ ഇത്ര ശതമാനം കൊടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് അനുഷ്ഠിക്കേണ്ട ഒരു സാധന തന്നെയാണ്. അത് നമ്മുടെ മുൻ ജന്മത്തിലെ ദുഷ്കർമ്മങ്ങൾ, നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പ്രതിവിധി, പ്രായശ്ചിത്തമായിട്ട് തന്നെ അതിനെ കണക്കാക്കാം. അതുപോലെ ഇത്രയും നല്ല ഒരു പ്രവൃത്തിയില്ല. പക്ഷെ ഒരിക്കലും നമ്മളത് നമ്മുടെ പബ്ലിസിറ്റിക്ക് വേണ്ടിയോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഒരു ബഹുമാനോ അല്ലെങ്കിൽ വലിയ ആളാണെന്ന് പറയിപ്പിക്കാനോ നമ്മുടെ പോപ്പുലാരിറ്റിക്കോ ഒന്നും വേണ്ടി ഒരിക്കലും കൊടുക്കരുത്. പിന്നെ ധനം മാത്രമല്ല, നമുക്കൊരാൾക്ക് അറിവ് പകർന്നു കൊടുക്കുക, സ്നേഹം കൊടുക്കുക, അല്ലെങ്കിൽ അവർക്കൊരു സാമീപ്യം കൊണ്ട് അയാളെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതെല്ലാം നമ്മൾ ദാനമായിട്ട് കണക്കാക്കുന്നു. പക്ഷെ ഒരു കാര്യം ഇപ്പൊ ഈ മാത്രമേ ഉള്ളൂ. അടുത്ത ദിവസം അയോധ്യയില് 4 കോടിയോ അതില് കൂടുതലാണോ സംശയമുണ്ട്. ഒരാള് ദാനം ചെയ്ത ആരെ പേരും വെളിപ്പെടുത്തിയിട്ടില്ല. ഭയങ്കര സ്വർണം കൊണ്ടുള്ള ഭയങ്കര ആഭരണങ്ങളും എന്തൊക്കെയോ ആണ് ഇങ്ങനെ കാണിച്ചിരുന്നത്. പക്ഷെ ആരാന്നുള്ളത് അയോധ്യയില് വിഗ്രഹത്തില് 4 കോടിയിലും കൂടുതലാണോ സംശയമുണ്ട്. ഇത് ആരാ പേരൊന്നും വെളിപ്പെടുത്തിയില്ല. അല്ല, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പം പേര് വെളിപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തവരുണ്ട്. അമ്പലത്തിലേക്കാണോ അതോ പാവങ്ങൾക്കോ? അല്ലല്ല, അമ്പലത്തില്. അല്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല. ആ അമ്പലത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ളതായിരിക്കണം. പിന്നെ നിസ്വാർത്ഥമായിരിക്കണം. ഇത് മാത്രമേ ഭഗവാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്ത് വേണമെങ്കിലും കൊടുത്തോ, ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, അത് നമ്മുടെ പോപ്പുലാരിറ്റിക്ക് നമുക്ക് അവര് തിരിച്ച് പ്രത്യുപകാരമായിട്ട് ഇന്നത് ചെയ്യുന്ന ഒന്നും കണക്കാക്കാതെ കൊടുക്കുക. അത് മാത്രമേ ഉള്ളൂ. അത് വലിയൊരു സാധനയായിട്ട് കണക്കാക്കാം. ഇത്രയും കാര്യങ്ങൾ. അപ്പൊ 3 തരത്തിലുള്ള തപസ്, 3 തരത്തിലുള്ള ചിന്തകള്, ഭാവങ്ങൾ, ശ്രദ്ധകള്, എല്ലാ കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പറയുന്ന ദാനത്തിനെ കുറിച്ചാണ്. അപ്പൊ അത് ഓരോ സ്വഭാവക്കാര് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെന്ന് നമ്മളിപ്പോ സാത്വികമായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന ദാനങ്ങളെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി അടുത്ത ഭാഗങ്ങളിൽ ഇത് വരും. നമ്മൾ ഇന്നിവിടെ നിർത്തും. ഓം കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.
താങ്ക് ഇങ്ങനെ യു. നോക്കൂ രാധ ശ്രദ്ധിച്ചു വളരെ അല്ലേ നന്നായിരുന്നു. രാധാജി? ഓ Thank you. വളരെ നന്നായിരുന്നു. വളരെ താങ്ക്സ്. ഓ സാറേ താങ്ക് യു. നീ കണ്ടോ കേറി നിൽക്കുന്ന കണ്ടോ? ആ കേറിയിരിക്കുന്ന കണ്ടു. ഇവനെല്ലാം മനസ്സിലാവുന്നുണ്ടെന്നാ തോന്നുന്നത് ചിരിയൊക്കെ കണ്ടിട്ട്. കള്ളൻ. ഉം. ഒരു കരം കൊടുത്തേ, ചങ്കു കരം കൊടുത്തേ. എന്തോന്ന് വെച്ചാ എന്താ വിളിയത്? ചങ്കു ഇപ്പൊ വാക്കുകളൊക്കെ പറയോ? അമ്മുമ്മ, അമ്മാവ, അങ്ങനെയൊക്കെ വരും. ആ അതെ, പാട്ടൊക്കെ പാടും. കുഞ്ഞി മാമാമ പാട്ട്. പാട്ട് പാടാതെ ഇങ്ങനെ ഇരിക്കും. വീട്ടിൽ മുഴുവൻ പാട്ടല്ലേ. ചെണ്ട ചെണ്ടയാണ് ഭയങ്കര, ചെണ്ടയ്ക്ക് ഭയങ്കര ഭ്രാന്ത. ചെണ്ട കുട്ടി ഇങ്ങനെ തല ഇങ്ങനെ ആട്ടി 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 കൊട്ടണം. എങ്ങനെ കൊട്ടുന്നത്? തലയാട്ടി കൊട്ടുന്നത്. ഓ എല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഏ അല്ല, എല്ലാം മനസ്സിലാവുന്ന പോലെയാണെന്ന്. kiss കൊടുത്തേക്ക്. ആ ഫ്ലൈങ് കിസ്. ആ ആ ഫ്ലൈങ് ഗുഡ് കിസ്. നൈറ്റ് ആയിട്ട് പറ. ഗുഡ് നൈറ്റ് ചങ്കു. ഗുഡ് നൈറ്റ്. ഓടിപ്പോയി ഉറങ്ങ. മണി എന്തൊക്കെയോ 9. പറയണ്ട. അല്ല എന്റെ വർത്താനം പറഞ്ഞേ. ഏ ചങ്കു ആ ഉം. അമ്മ വിളിക്കാം. നമ്മോട് പൊക്കോ. ബാ നമ്മോട് വാവ് പറഞ്ഞു പോയി. ബാ. ബൈ ബൈ പറ. ടാറ്റ പറഞ്ഞേ, ടാറ്റ പറഞ്ഞേ. രക്ഷയില്ല, അതാണ് ഞാൻ ഓണാക്കാത്തത്. ഓക്കെ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് ജോർജ് സാർ നൈറ്റ് പോയോ? എല്ലാവർക്കും. പോകാം. ജോർജ് സാറ് പോയിന്ന് തോന്നുന്നു. ഇത് ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യല്ലേ, മനസ്സിലാവുന്നില്ലേ ആ നന്നായിട്ടൊക്കെ? സിമ്പിൾ സിമ്പിളാ. ആ സിമ്പിളാ. ഉം. ബൈ. എന്നാ അതാ ഞാൻ ശരി. പറഞ്ഞത്. ഈ 8 കൂടെ ഉള്ളത്, 8 കൂടെ ഉള്ളു. തന്നെ ഇനി 8 കൂടെ കഴിഞ്ഞാൽ നമ്മളെ തന്നെ നമ്മളെ ഒന്ന് അനലൈസ് രാധാജി, ചെയ്യാനുള്ള ഒരു അവസര. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോ ശ്രദ്ധിച്ചോണ്ടിരിക്കണത് സിമ്പിൾ ആയിട്ട് നമ്മള്. തോന്നും അല്ലേ? കേൾക്കുമ്പോ നമ്മൾ വളരെ സിമ്പിൾ, പക്ഷെ അതെ, ശ്ലോകം കാണുമ്പോൾ ഭയങ്കര അത് കടുത്ത നമ്മുടെ ശ്ലോകം എന്ന് അറിയാൻ വേണ്ടി. അല്ല, നമ്മളത് പ്രാബല്യത്തിൽ വരുത്തുമ്പോൾ ഭയങ്കര കടുകട്ടി തന്നെയാണ്. അതെ. നമ്മൾ വിചാരിക്കും എളുപ്പാണെന്ന് ഈ വിചാരിക്കും. നമ്മള് പക്ഷെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു സന്തോഷം വരാൻ എന്തെങ്കിലും ഒരു ലിഫ്റ്റ് ആയാലും മതി. ഒരു സന്തോഷം വരാൻ എപ്പോഴും ഞാൻ ഓർത്തിരിക്കും. രാവിലെ സ്കൂളിൽ പോകുമ്പോഴേക്കേ ആർക്കെങ്കിലും ഒരു നല്ല ഒരു ചിരി. എന്താണ് മോനെ? അതെ, അമ്മതാണ് വിളിക്കണം. ഒരു സന്തോഷം കൊടുക്കുക എന്നുള്ള നമ്മളൊക്കെ ഒരു, വലിയൊരു കാര്യ. അതെ. നല്ല പോവാം നമുക്ക്. ഞാന് പോട്ടെ. ഓക്കെ. രാമേട്ടൻ മീറ്റിങ്ങിന് പോയതാ. രാമേട്ടൻ വന്നില്ലേ? കുട്ടിയുടെ രാമേട്ടൻ ഇല്ല, വന്നില്ലേ? മീറ്റിംഗ് കഴിഞ്ഞില്ലേ അപ്പോഴും. ഓ കണക്കവതരണമൊക്കെ കാണും. ഞാന് കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞത് പിന്നെ ലേറ്റ് ആവുന്നാ പറഞ്ഞത്. എന്നാ പൊക്കോളൂ. ഓക്കെ, ഷോപ്പ് ഗുഡ് അടിച്ച്. നൈറ്റ്. ഗുഡ് നൈറ്റ്. ശരി. ഗുഡ് നൈറ്റ്.